പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യമോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചത്തെ പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി ആയിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ കൂടെ കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്നിടത്ത് മകൾക്കായി സ്തോത്രം ചെയ്യുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ ആത്മീക ബലത്തിന് കാരണമായി തീരണം. കർത്താവെ, ഞങ്ങളുടെ കേൾവിക്കാരെ ലോകത്തിൻ്റെ ഇത് ഭാഗത്തു നിന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോന്നിനും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങളെ നീ ചെയ്യണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, മരണത്തെ ജയിച്ച് ജീവിച്ചുയർത്ത യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഈ സെഷനിൽ ഞങ്ങൾ അനുഭവിക്കണം. നീ എങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും മഹത്വത്തോടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് പ്രിയ സിസ്റ്റർ ആലിസ് ജോർജാണ്. സ്നേഹത്തോട് നമ്മുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ട്രിവാൻഡ്രത്തു നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലയോ? എവിടെ? അവിടെ പ്രോപ്പർ ട്രിവാൻഡ്രം ആണോ അതോ? അതെ, തിരുവനന്തപുരത്ത് പട്ടം ലാമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പട്ടം എന്ന് പറയുന്ന സ്ഥലം അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് അന്നേരം ഒന്ന് പരിചയപ്പെടാം. ജനിച്ചു വളർന്നേക്ക് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് ഒക്കെ ഒന്ന് പറയാം. എന്റെ പേര് ആലിസ് പറയുന്നത്. എന്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. അവിടെ പേരിക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പപ്പ അമ്മ തമിഴാണ്, അപ്പ മലയാളിയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു. ചേച്ചിയുടെ പേര് ആന്റിനാണ്. അപ്പോൾ പിന്നെ മുന്നോട്ടുള്ളത് ഭയങ്കര കുറെ പറയാനുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ കുടുംബ പശ്ചാത്തലം ഇതാണ്. പിന്നെ വിവാഹം കഴിച്ചത് തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. അദ്ദേഹം പത്തനംകോടാണ് താമസിച്ചത്. ബിജു എന്നാണ് പേര്. പിന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ട്. കുഞ്ഞിന്റെ പേര് ദാവീദ് എന്നാണ്. ഇപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ശരി. ചർച്ചൊക്കെ എവിടെയാണ്? ഏത് ചർച്ചിലാണ്? ചർച്ച് ഞങ്ങൾ പട്ടത്ത് തന്നെയാണ്. ജീസസ് ഗിവ്സ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയും ചർച്ച്. ഒരു സ്വതന്ത്ര സഭയാണ്. ഇവിടുത്തെ പാസ്റ്ററിന്റെ പേര് സിബി എന്നാണ്. ശരി. അപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ജനിച്ചു വളർന്നു. ഓക്കെ. അപ്പം ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെറിയ പ്രായം മുതലേ പറയാം അല്ലയോ? ശരി, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ എല്ലാം ഞങ്ങളോട് പങ്കുവെക്കാം കേട്ടോ. കേൾക്കാൻ ഞങ്ങൾ റെഡിയാ. നമ്മുടെ പ്രേക്ഷകർ റെഡിയാ. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന്, അതുപോലെ തന്നെ അസാദി പറയുന്ന ചാനലിന് ഞാൻ ആദ്യമേ ദൈവത്തില് നന്ദി പറയുന്നു. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആസാദിയിൽ ഒത്തിരി ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. എന്റെ കഷ്ടതയുടെ ആ കുടുങ്ങിയ അവസ്ഥയിലൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ടീച്ചുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ എന്തെങ്കിലും ഇതുപോലെ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടുമോ? ദൈവം എത്ര വലിയവനാണെന്നുള്ളതാണ്. സിസ്റ്റർ അത് വിളിച്ചതും പറഞ്ഞതും ഒക്കെ ഉള്ളില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യവും സന്തോഷവും ഉണ്ട്. പിന്നെ എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞത് എന്റെ കഷ്ടതയുടെ നടുവിൽ. അപ്പൊ ആ കഷ്ടത മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഒന്നുകൂടി ക്രിസ്തുവിനെ അറിയാൻ പറ്റണം. ആ ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിൽ അവരും ഒരു അവകാശികളായി തീരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് ക്രിസ്തു പറഞ്ഞപ്പോൾ തന്നെ പറയാന്നുള്ളത്. അപ്പോൾ ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. പക്ഷെ എന്റെ പിതാവിന്റെ പേര് ജോർജാണ്. അപ്പാന്ന് വെച്ചാൽ ഭയങ്കര മദ്യപാനിയായിരുന്നു. അപ്പൊ ജനിച്ചപ്പോ തൊട്ടേ അപ്പ മദ്യപിച്ച് വഴികളിൽ കിടക്കുന്നതാണ് കണ്ടു വളർന്നത്. ഞങ്ങൾ 2 പെൺകുട്ടികൾ സ്കൂളിൽ പോയിട്ട് പലപ്പോഴും തിരിച്ചു വരുന്ന വഴികളിലൊക്കെ അപ്പ കിടക്കുമായിരുന്നു. ഒരു മദ്യപാനിയായ വ്യക്തി കിടക്കുന്ന അവസ്ഥ ചിന്തിച്ചറിയാം. കാരണം അവരുടെ വസ്ത്രമൊക്കെ പ്രോപ്പറായിട്ടായിരിക്കില്ല കിടക്കുന്നത്. അപ്പൊ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളും ഞങ്ങളും ഒക്കെ ഒരുമിച്ച് വരുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ അപ്പ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ കുഞ്ഞിലെ തൊട്ടേ മനസ്സ് നീറിയാണ് വളർന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ മലയാളിയല്ല, അമ്മ തമിഴ്നാട്ടിലുള്ള ആളാണ്. അപ്പൊ അമ്മയ്ക്ക് ഭാഷ നല്ലപോലെ അറിയത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഭർത്താവ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
പക്ഷെ എങ്കിലും അമ്മയെ സംബന്ധിച്ച് അമ്മ നല്ല ബോൾഡായിരുന്നു. അപ്പോ ഏത് വിധേനയും ഈ രണ്ട് പെൺകുട്ടികളെ എനിക്ക് വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതും ഒക്കെ. പക്ഷെ അമ്മ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ വളർന്നു വരാൻ തുടങ്ങിയെങ്കിലും നമുക്ക് ഒത്തിരി പ്രതികൂലങ്ങളായിരുന്നു. കാരണം ഇപ്പൊ ഈ മദ്യപാനം തന്നെയാണ്. കാരണം പലപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ വീട്ടിൽ വരെ പോയി അപ്പ കാശ് ചോദിക്കുമായിരുന്നു കുടിക്കാൻ. അപ്പോഴ് ടീച്ചർ വന്ന് ചോദിക്കും, മോളെ ഇങ്ങനെ വേണോ, നിങ്ങൾക്ക് ഇന്നലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലേ, അപ്പ ഇങ്ങനെ കഴിച്ചു. അപ്പൊ ശരിക്കും അമ്മ ജോലിക്ക് പോയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം എങ്ങനെയെങ്കിലും കൊണ്ടുവരും. പക്ഷെ അപ്പൊ മദ്യപിക്കാനാണ് ടീച്ചേഴ്സിന്റെ അടുത്ത് പോലും പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു തിക്ത അനുഭവത്തിലാണ് മാനസികമായിട്ട് ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മർദ്ദമ വിശ്വാസത്തിലാണ് വളർന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ സൺഡേ ക്ലാസ്സിൽ പോവുകയും അവിടുത്തെ പള്ളിയിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലായ ഒരു കാര്യമായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കാരണം എല്ലാ അപ്പന്മാരും മക്കളെ നല്ലപോലെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ അപ്പ ഞങ്ങളെ നോക്കുന്നേ ഇല്ല. അപ്പയുടേതായിട്ടുള്ള മദ്യപാനത്തിന്റെ വഴിയിൽ ഇങ്ങനെ പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വിഷമം തോന്നും. പക്ഷെ അപ്പോഴ് അവിടുത്തെ സാർ എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, മോളെ നിന്റെ ഈ ഭൂമിയിലെ പിതാവ് നിനക്ക് ഇങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലൊരു അപ്പയുണ്ട്. ആ പിതാവ് നിനക്ക് വേണ്ടത് എല്ലാം കരുതുമെന്ന് എപ്പോഴും പറയും. അപ്പൊ അന്ന് തൊട്ട് ഞാൻ എപ്പോഴും എന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ എന്റെ യേശോപ്പാട് പറയാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ എനിക്ക് പഠിക്കണമെങ്കിലും എല്ലാം ഞാൻ കർത്താവിനോട് പറയും. പ്ലസ് വൺ ആയപ്പോ എനിക്ക് സയൻസ് എടുക്കാനുള്ള മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സയൻസ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫിസിക്സും മാത്സും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് ട്യൂഷന് വിടാനായിട്ടുള്ള നിവർത്തിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതികൂലത്തിന്റെ ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ട്യൂഷന് പോകണം, പക്ഷെ അമ്മയെ കൊണ്ട് തരാൻ നിവർത്തിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പള്ളിയിൽ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇതുപോലെ ട്യൂഷന് പോകണമെന്നുണ്ട്, ഫിസിക്സിനും മാത്സിനും മാത്രം എന്നെ വിട്ടാൽ മതി, വേറെ ഒരു സബ്ജക്റ്റിനും വേണ്ട, അതാണ് എനിക്ക് പാടായിട്ടുള്ളത്. ഞാൻ ട്യൂഷൻ സെന്ററും ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി പറയുമ്പോ അച്ഛൻ തന്നെ എല്ലാം നോക്കി വെച്ചില്ലേ, പിന്നെ ഇനി പുറത്തോ ഫീസ് അടയ്ക്കാം. അങ്ങനെ ഭർത്തവ സഭയിലെ അച്ഛൻ, പ്രത്യേകിച്ച് മാത്യു ജോൺ എന്ന് പറയുന്ന അച്ഛൻ എന്നെ ഒരു മകളെ പോലെ കണ്ട് പഠിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്തൊരു അച്ഛനാണ്. അപ്പോ ഞാൻ ട്യൂഷന് പോയി പഠിപ്പിച്ചു. പ്ലസ് ടു ജയിച്ചു. പ്ലസ് ടു നല്ല മാർക്കോടെ പാസ്സായതിനു ശേഷം എന്റെ ഉള്ളിൽ കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് എനിക്കൊരു നേഴ്സ് ആകണം. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പപ്പ ഈ പിടിച്ചു പപ്പയുടെ ലിവർ മൊത്തത്തിൽ പോയി. ആദ്യം ജോണ്ടിസ് ആയിരുന്നു വന്നത്, അതായത് ശരീരം ഫുള്ള് മഞ്ഞ നിറത്തിലായി. അപ്പൊ അതിന് തുടങ്ങിയിട്ട് പിന്നെ മനസ്സിലായി ലിവർ ക്യാൻസർ ആയി. അപ്പൊ പിന്നെ RCCയിൽ ചികിത്സ, കീമോതെറാപ്പി. ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇനി രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു 6 മാസം കൂടെ മാത്രമേ കാണത്തുള്ളൂ, മരിച്ചു പോകും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ അവസ്ഥ വന്നപ്പോഴത്തേനും വീട്ടിലെ അവസ്ഥ ഇതാണ്. അമ്മ കഷ്ടപ്പെട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി നോക്കുന്നു, അപ്പ ക്യാൻസർ രോഗിയായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് നഴ്സിംഗിന് പോകുന്നത്, എന്നെ ആര് പഠിപ്പിക്കും എന്നുള്ള ഒരു പ്രയാസം എന്റെ ഉള്ളിലുണ്ടായി. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ, കാരണം എന്നെ പ്ലസ് ടു വരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നടത്തി തന്ന അപ്പം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ അപ്പോയോട് തന്നെ പോയി പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ പോകുമെന്നുള്ള അവസ്ഥയൊന്നും എനിക്ക് അറിയില്ല. ഒരു ദിവസം അങ്ങനെ ഇരുന്ന സമയത്താണ് പള്ളിയിൽ അച്ഛൻ വീട്ടിൽ വന്ന് ഞാൻ അപ്പയെ കാണാനായിട്ട്, കാരണം എന്ത് സ്റ്റേജ് ആയിരുന്നു, അപ്പൊ ഏത് നിമിഷവും മരിക്കാം എന്നുള്ളൊരു അവസ്ഥ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ചോദിച്ചു, അപ്പയെ കാണാൻ വന്നതിനേക്കാൾ ഉപരി ഞാൻ മോളെ കൂടെ കാണാനാ വന്നത്, എന്താണ് എനിക്കുള്ള ഭാവി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഏതെങ്കിലും കടയിലൊക്കെ നിന്നായിരുന്നാലും ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛൻ ഉടനെ പറഞ്ഞില്ല, ഞാൻ നഴ്സിംഗ് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്, കുമ്പനാട് വിട്ട് നമുക്ക് നഴ്സിംഗ് പഠിക്കാന്ന് പറഞ്ഞു. അന്നേരം എന്റെ ഉള്ളിൽ കുമ്പനാട് GNM മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ഉള്ളിൽ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് BSc നഴ്സിംഗ് പഠിക്കണം. അപ്പൊ അതൊരു അഹങ്കാരമായിട്ടല്ല, നമ്മുടെ ഉള്ളിലെ ആഗ്രഹമാണത്, ഒരു ഡിഗ്രി തന്നെ ചെയ്യണമെന്ന്. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളുമായിട്ട് ഇരുന്നപ്പോ അച്ഛൻ പറഞ്ഞു, കുമ്പനാടുള്ള അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയിപ്പോയി, ഇനി ആകെ ഉള്ളത് സെന്റ് തോമസ് മേപ്പള്ളിക്കുറ്റിയിൽ BScക്ക് അഡ്മിഷൻ ഉള്ളത്. അങ്ങനെയാണ് മർത്തോമ സഭ ഏറ്റെടുത്ത് പഠിപ്പിച്ചാണ് ഞാൻ മേപ്പള്ളിക്കുറ്റി സെന്റ് തോമസിലോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹങ്ങളായിട്ടാണ്. കാരണം എനിക്കൊരു നഴ്സായിട്ട് ഇറങ്ങണം, നഴ്സായി കഴിഞ്ഞാൽ പുറത്തു പോകണം,
കാശൊക്കെ ഉണ്ടാക്കി അമ്മയെ നോക്കണം ഇങ്ങനെയുള്ള ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആതുര സേവനം ഒത്തിരി പേരെ ശുശ്രൂഷിക്കാമല്ലോ അങ്ങനെയൊക്കെയുള്ള ആതുര സേവനവുമായിട്ടുള്ള മനസ്സിന് സന്തോഷത്തോടും ഒരു ഭാഗത്ത് സങ്കടമുണ്ട് കാരണം അപ്പ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അപ്പൊ ഞാൻ അവിടെ പോയി 1 മാസം കഴിഞ്ഞപ്പോൾ പപ്പ മരിക്കുവാണ്. പക്ഷെ ആ 1 മാസം എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. കാരണം അവിടുത്തെ അവസ്ഥ എനിക്ക് അങ്ങനെയായിരുന്നു. ക്ലാസ്സിനകത്ത് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന സബ്ജക്ട് എല്ലാം തന്നെ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള സബ്ജക്റ്റുകൾ അനാട്ടമി, ഫിസിയോളജി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +2 വരെ മലയാളം മീഡിയം പഠിച്ചൊരു കുട്ടിയാണ്. സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരാളാണ്. അവിടെ പോയപ്പോൾ ICSE, CBSE പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ സിലബസ് പഠിച്ചു വന്നിരിക്കുന്ന കുട്ടികളുടെ ഫ്രണ്ടിൽ അവർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു ക്ലാസ്സിനകത്ത്. പിന്നെ മുന്നോട്ട് എനിക്ക് അവിടെ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. നമ്മുടെ അന്ന് പഠിക്കുന്ന സമയത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഒരു 5 മിനിറ്റിലോട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റും. ആ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാറില്ല. കണ്ണുനീര് മാത്രമായിരുന്നു ഫോണിൽ കൂടെ. കാരണം എങ്ങനെയെങ്കിലും ആരെങ്കിലും വന്ന് കൊണ്ടുപോകും. ഭയങ്കര ഞാൻ വിചാരിച്ചു വരുമ്പോ നല്ല രസമായിരിക്കും നഴ്സിംഗ് പഠിക്കാം അങ്ങനെ പോവാ അതൊക്കെ ആ ഒരു ആഗ്രഹത്തിൽ വന്നെങ്കിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. അങ്ങനെ അവസാനം എന്റെ അവസ്ഥ അതായത് എനിക്ക് മാനസികമായിട്ട് ഒട്ടും പറ്റുന്നില്ല. അവിടെ പാരന്റ്സ് ഡേ ഉണ്ട്. ആ സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്ന് പിള്ളേരെ കാണാൻ വരും. പക്ഷെ എന്നെ കാണാൻ ആരും തരത്തില്ല. കാരണം എന്റെ അമ്മ തമിഴ്നാടാണ്. അമ്മയ്ക്ക് അത്രയും ദൂരം വണ്ടി വരാനൊക്കെ അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പൊ എല്ലാ പാരന്റ്സും വന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അന്നത്തെ ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് ഒത്തിരി വിഷമം വരും. എനിക്ക് ആരും ഇല്ലല്ലോ, എനിക്ക് വാങ്ങിച്ചു തരാനൊന്നും ആരും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും. ഇപ്പോഴും ഞാൻ റൂമിനകത്ത് പോയിരുന്ന് കരയും. പക്ഷെ ഇവരാരും കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാനിങ്ങനെ വിഷമിക്കുവാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇവരെല്ലാരും തിരിച്ച് ഫുഡ് കൊണ്ടുവരുന്ന സമയം ഞാൻ എന്ത് ചെയ്യും, ബാത്റൂമിലോട്ടോ വല്ലതും പോവാൻ നോക്കും, കുളിക്കാനായിട്ട് അന്നേരം പോവാൻ നോക്കും. പക്ഷെ എന്റെ കണ്ണുനീര് കാരണം ഞാൻ അന്ന് അവിടെ ഇരുന്ന് കരയുമ്പോഴത്തേനും കർത്താവ് എന്നെ കാണാൻ വരാൻ പോലും ആരും ഇല്ലല്ലോ അപ്പാന്ന് കരയുന്ന സമയത്താണ് അന്ന് എന്നെ പഠിപ്പിക്കുന്ന മാഡം ഹോസ്റ്റലിൽ വന്നിട്ട് പറഞ്ഞു ഇന്ന് പാരന്റ്സ് വരാത്ത ആരൊക്കെയാ ഉള്ളത്. ഞാൻ പറഞ്ഞു എന്റെ ആരും വന്നില്ല. എനിക്ക് മോള് വാ നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഓടിപ്പോയി കരയും. കർത്താവ് എന്റെ മനസ്സിനെ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അപ്പ എനിക്കുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ സന്തോഷിക്കുമായിരുന്നു. അതിനുശേഷം മുന്നോട്ട് പോകുന്തോറും ഈ കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, നഴ്സിംഗ് പഠിക്കുന്നവർക്ക് അറിയാം BSc നഴ്സിംഗ് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയായി. എല്ലാം ഇങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, മാർക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കോളേജിലെ ഹോസ്റ്റലിൽ വെച്ച് കുറച്ച് മെഡിസിൻ ഒക്കെ എടുത്ത് കഴിച്ച് കൊണ്ട് പറ്റുന്നില്ല, ആത്മഹത്യ ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ചിന്തിച്ചത്. കാരണം ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നത് അവരുടെ പാരന്റ്സ് ആണ്. അപ്പൊ അവരൊരു സബ്ജക്റ്റിന് തോറ്റാലും അവർക്ക് അവരുടെ പാരന്റ്സിനോട് പറഞ്ഞാൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പഠിപ്പിക്കുന്നത് ഒരു മർത്തോമ സഭയാണ്. ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ എന്റെ പാരന്റിനോട് എന്നതിനേക്കാൾ ഉപരി ഒരു സഭയോടാണ് ഞാൻ ഉത്തരം പറയുന്നത്. അവരെനിക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞാനൊരു തോൽവിയായിട്ട് നിൽക്കുമ്പോൾ അവരെല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു മാനസിക വിഷമം കാരണം ഞാൻ മെഡിസിൻ എടുത്ത് കഴിക്കാൻ നോക്കി. പക്ഷെ അതിൽ എനിക്കൊന്നും പറ്റിയില്ല, വേറെ ഒരു കുഴപ്പവും വന്നില്ല. എന്നിട്ട് പിന്നെ ഒരു ഓണ വെക്കേഷൻ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ അമ്മയോട് എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു എനിക്ക് പറ്റത്തില്ല അവിടെ പോവാൻ, എനിക്ക് ഭയങ്കര പ്രയാസമാണ്, എനിക്ക് അമ്മയെ കാണാൻ പറ്റത്തില്ല, എനിക്ക് വിഷമത്തിന്റെ അങ്ങേയറ്റം ഞാൻ കരഞ്ഞു. പക്ഷെ ആരും കേട്ടില്ല. ഇത്രയും ലക്ഷം മുടക്കി പള്ളിക്കാർ പഠിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകണമെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ എന്നെ തിരിച്ച് പറഞ്ഞയക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതായത് നാളെ പോകണമെങ്കിൽ അതിന്റെ തലേ ദിവസം ഞാനൊരു 10 പാരസെറ്റമോൾ എടുത്ത് കഴിച്ച് തല കറങ്ങി വോമിറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. കൊച്ചു വീണ്ടും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി സ്റ്റമക് വാഷ് ഒക്കെ ചെയ്ത് ട്രിപ്പൊക്കെ ഇട്ട് പള്ളിയിലുള്ള എല്ലാവരും അറിഞ്ഞു ഇനി പറ്റത്തില്ല, കൊച്ച് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പരാജയമായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വന്നു. പിന്നെ പള്ളിയിലുള്ള ആന്റിയും സാറും ഒക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് മോളെ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ ബൈബിള് വായിക്കാം അങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മുടെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ ഒരു പ്രേരണ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെ നിർത്തിയില്ല. തിരിച്ച് വീണ്ടും എന്നെ മേപ്പള്ളി കുട്ടിയിലോട്ട് എന്നെ പറഞ്ഞിട്ടു. ഞാൻ അങ്ങനെ കറ്റാനത്ത് വീണ്ടും പോയി പഠിക്കാൻ തുടങ്ങി. പിന്നെ എന്റെ ഉള്ളിലെന്ന് വെച്ചാല് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിൽ 10 സബ്ജക്റ്റ് ആണ്. ഈ 10 സബ്ജക്റ്റും കേരള സുഭാഷ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്.
ഞങ്ങളുടെ കോളേജിൽ തന്നെ ആകെ ജയിക്കുന്നതെന്ന് വെച്ചാല് 50 പേര് എഴുതി കഴിഞ്ഞാൽ 3 പേര് ഫുൾ വിഷയത്തിന് പാസ്സാകത്തുള്ളൂ. പിന്നെ പല സ്ഥലങ്ങളിലും പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, സബ്ജക്റ്റുകൾ കിട്ടാതെ തോറ്റുപോയിട്ട്. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നാലും എന്റെ ഉള്ളിൽ നല്ല ഉറപ്പുണ്ട്, കാരണം ഞാൻ തോക്കും. ഫസ്റ്റ് ഇയറിലെ എക്സാം എഴുതിയാലും ഞാൻ തോക്കും. അപ്പൊ എന്റെ അവസ്ഥ ഇത് തന്നെ. പിന്നെ ഒന്നി പഠിച്ചാൽ 3 പറഞ്ഞ പോലെ 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് പാളിപ്പോയി. പക്ഷെ 3ാമത്തെ പ്രാവശ്യം എന്തായാലും ആത്മഹത്യ ചെയ്താൽ എനിക്കത് നടക്കും എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ ഹോസ്റ്റലിൽ വരുന്നത്. കാരണം മെഡിസിൻ ഒന്നും അല്ല, എന്തായിരുന്നാലും മരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഹോസ്റ്റലിൽ വരുന്നത്. അപ്പൊ ഹോസ്റ്റലിൽ വരുന്ന സമയത്ത് വാർഡനൊക്കെ ഒരു വാണിംഗ് ഉണ്ട്, ഈ കുട്ടി ഇങ്ങനെ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തതായതുകൊണ്ട് ഈ കൊച്ചിനെ കുറച്ചുകൂടെ നോക്കണം അവര്. അങ്ങനെ ഫസ്റ്റ് ഇയറിന്റെ സ്റ്റഡി ലീവ് വന്നു. സ്റ്റഡി ലീവ് വന്നപ്പോൾ എല്ലാ പിള്ളേരും വീട്ടിൽ പോയി. എല്ലാ പാരന്റ്സും വന്നു, അവരെല്ലാരും കൊണ്ടുപോയി. പക്ഷെ ഞാൻ കാത്തിരിക്കുവാണ്, എന്നെ ആരെങ്കിലും കൊണ്ടുപോകാൻ വരും, സ്റ്റഡി ലീവിന് കൊണ്ടുപോകാൻ വരും. പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആരും വന്നില്ല. അന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നപ്പോ എന്നെ കോളേജിലെ പ്രിൻസിപ്പൾ വിളിച്ചു. അപ്പൊ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, ആലീസിനെ കൊണ്ടുപോകാൻ ആരും വരത്തില്ല, ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കുക, വീട്ടിൽ പോയാൽ പഠിക്കാനുള്ള ചുറ്റുപാടൊന്നും അല്ല, ഇവിടെ ഇരുന്ന് പഠിക്കുക, ഇവിടെ ആകുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, എന്തുണ്ടെങ്കിലും ചോദിക്കാം, ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതോടെ തകർത്ത്. കർത്താവ്, ഇനി ഹോസ്റ്റലിൽ ഞാൻ ഒറ്റയ്ക്ക്, എല്ലാ കൂട്ടുകാരും പോയി എന്നുള്ള രീതിയിൽ തകർന്നു. പിന്നെ എന്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എല്ലാവരും പോയി, ഇനി എന്തായിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല, അത് ആത്മഹത്യ ചെയ്യാം എന്നുള്ള രീതിയിൽ ഹോസ്റ്റലിൽ വരുവാണ്. പക്ഷെ ഹോസ്റ്റലിലെ വാർഡൻ എനിക്ക് ഡോറൊന്നും കുത്തിയിടാൻ സമ്മതിച്ചില്ല, അല്ലാണ്ട് എന്നെ കിടന്നുറങ്ങണം. ഞാൻ ആ റൂമിനകത്ത് കിടന്ന് കരഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത മാറി അങ്ങ് ഉറങ്ങിപ്പോയി. കർത്താവ് എനിക്ക് അന്ന് തന്നതെന്ന് വെച്ചാൽ വലിയൊരു ഡീപ്പായിട്ടുള്ള ഉറക്കമായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നല്ല ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വീണ്ടും എനിക്ക് ആരും ഇല്ല അന്ന് അവിടെ ഹോസ്റ്റലിൽ, കുറച്ച് പിള്ളേരൊക്കെ ഉള്ളൂ. വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നെ അങ്ങ് എടുത്ത്, ഞാൻ തോറ്റുപോയ എനിക്ക് പള്ളിയുടെ മുമ്പിൽ നിന്ന് പോയി പറയാൻ എനിക്കോട് വയ്യ. ഭയങ്കര വിഷമിച്ച് ഞാൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഒരു പുസ്തകം കണ്ടു. എന്നെ എപ്പോഴും ദൈവം സ്വാധീനിക്കുന്നത് മനുഷ്യരെക്കാൾ ഉപരി ചില എഴുത്തുകളിലൂടെയാണ് എനിക്ക് മനസ്സിലാകാറ്. ഒരു പുസ്തകം ഞാൻ കണ്ടു. ആ പുസ്തകം ഞാൻ ഇങ്ങനെ എടുത്ത്, എന്റെ ഉള്ളിൽ ഒരു പ്രേരണ അത് വായിക്കാൻ. അപ്പൊ ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോ ഇത് അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പൊ അത് വായിക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു പ്രത്യേക ആത്മ സാന്നിധ്യവും എന്റെ ഉള്ളിലൊരു പ്രത്യേക കോൺഫിഡൻസും, കർത്താവ് ഇത്രയും ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി. നമ്മുടെ മനുഷ്യർക്ക് കഴിയാത്ത ഒന്നുമില്ല. ഈ ആയുസ് ഇത്രയൊക്കെ ഉള്ളൂ, 70 അല്ലെങ്കിൽ 80. പക്ഷെ അതിനുശേഷം കർത്താവിനോട് കൂടെ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് കഴിയാത്ത കാര്യങ്ങളില്ല, ദൈവം നമ്മളിലൂടെ പലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പല ആഗ്രഹങ്ങളും ഉള്ളിൽ തോന്നി. എന്തോ ഒരു പുതിയ പ്രതീക്ഷ എന്റെ ഉള്ളിൽ ഉണ്ടായി. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, പക്ഷെ എനിക്ക് സംസാരിക്കാറില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ആത്മാവ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലായി. പിന്നെ ആയപ്പോ എനിക്ക് ഉറങ്ങാൻ സമയമില്ല, കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സമയമുള്ളൂ. എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് ഫുഡ് പോലും ഞാൻ കഴിക്കാൻ പോകില്ല, പക്ഷെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മസാന്നിധ്യം ഞാൻ അറിയാൻ തുടങ്ങി. പിന്നെ ആയപ്പോ കർത്താവ്, കാരണം +2 വരെ ഞാൻ നല്ല പഠിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയതാണ്. പക്ഷെ ഞാൻ പണ്ടത്തെ എന്താ പഠിക്കേണ്ട രീതിയൊക്കെ ഉള്ളിലോട്ട് വന്നു. പുസ്തകം എടുക്കാനും നോട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ തുടങ്ങി. പക്ഷെ പഠിക്കും, അതിനേക്കാൾ ഇരട്ടിയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കും, പിന്നെയും ചാപ്പലിൽ പോകും, കണ്ണീരോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, വീണ്ടും വരും. അപ്പൊ അങ്ങനെ സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞ് എല്ലാ പിള്ളേരും തിരിച്ചു വന്ന് പിള്ളേരൊക്കെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് പ്രാർത്ഥനയായിരുന്നു എന്റെ ബല ആ സമയത്ത്. ഞാൻ ദൈവമേ, ഇതൊക്കെ ഇരുന്ന് പഠിക്കുവാണ് കർത്താവേ, ഈ സമയത്ത് എനിക്ക് അങ്ങയോട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പ്രയർ ഈക്വൽ ടു ഹാർഡ് വർക്കിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. ഇവര് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ സമമാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതും എനിക്ക് മനസ്സിലായി. അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തുഫാസിന്റെ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം വന്നു. യൂണിവേഴ്സിറ്റി എക്സാം എല്ലാ പിള്ളേരും എഴുതി. ഞങ്ങളുടെ കോളേജിൽ നിന്ന് എന്റെ ഫസ്റ്റ് ഇയറിൽ 44 പേരാണ് എഴുതിയത്. 40 പേരും എഴുതി. ഈ എഴുതി കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വെളിയിൽ ഇറങ്ങി ഭയങ്കര ഡിസ്കഷനാണ്. അയ്യോ, അതിന്റെ ആൻസർ ഇതാണ്, ഇത് ഇതാണ്. ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കത്തില്ല, കാരണം ഞാൻ അതൊന്നും ആയിരിക്കത്തില്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓടും, ഞാൻ ചാപ്പലിലോട്ട് ഓടിയിട്ട് ഞാൻ അപ്പനോട് പറയും, അപ്പ ഞാൻ തുഫാസിന്റെ യൂണിവേഴ്സിറ്റിയിലോട്ടല്ല ഞാൻ അയച്ചിരിക്കുന്നത്, ഞാൻ എന്റെ കർത്താവിന്റെ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് ജയിക്കാനുള്ള മാർക്ക് തന്നെ, എന്നെ ജയിപ്പിക്കണേ അപ്പാന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ ഏകദേശം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിലോട്ട് കടക്കാറായി. സെക്കൻഡ് ഇയറിലോട്ട് കടക്കുന്ന സമയത്താണ്
എക്സാമിന്റെ റിസൾട്ട് വന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും എന്നെ ഇങ്ങനെ അതിശയം എന്നോണം നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതെന്താ എല്ലാവരും എന്നെ നോക്കുന്നത്. അന്നേരമാണ് വാർഡൻ എന്നെ വിളിച്ച് അവരുടെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞ്, മോളെ അറിഞ്ഞോ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നു. ഞാൻ അപ്പോഴേക്കും എനിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ആന്റി വന്നോ സന്തോഷം, സാരമില്ല, എനിക്ക് ദൈവം ബലം തന്നിട്ടുണ്ട്. ഇനി എത്ര സബ്ജക്ട് തോറ്റാലും ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യുമെന്ന് ആന്റി വിചാരിക്കേണ്ട. കാരണം എനിക്ക് തോൽവികളെ ജയിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ആന്റി ഇടി മോളെ അതല്ല, നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ബാച്ചിൽ ആകെ 4 പേരെ പാസ്സായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ആണോ, അപ്പൊ 40 പേരും തോറ്റുപോയോ? ആ 4 പേരെ പാസ്സായുള്ളൂ. പക്ഷെ ആ 4 പേരിൽ ഒരാൾ നീ എന്നതാ അത്ഭുതം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് ആന്റിയോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ചാത്തലിലോട്ട് ഓടി ഒന്ന് കർത്താവിന്റെ കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, ഇത് കർത്താവിന്റെ അത്ഭുതമാണ്. കാരണം ഞാൻ പഠിച്ചു, എനിക്ക് ജ്ഞാനം നൽകിയതും എല്ലാം എന്റെ കർത്താവാണ്. അപ്പൊ അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എന്തോ പറയാൻ, ഇത്ര നേരം ഒരു സീറോ ആയി കിടന്ന് ഞാനൊരു വലിയ ഹീറോ ആയതുപോലെ എല്ലാരും ഇങ്ങനെ ആ ചിത്ര പഠിക്കുമായിരുന്നു. പിന്നെ മുന്നോട്ട് ഞാൻ പോയതെല്ലാം പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. ഞാൻ പിന്നെ അനേകർക്ക് വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ ജയിച്ചത് കർത്താവിന്റെ കൃപയാണ്. അപ്പൊ അവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കും. പലരും എന്റെ കൂടെ വന്നിരിക്കും, ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികൾ പോലും എന്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ 4 വർഷം കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ തന്നെ അവിടുത്തെ സ്റ്റുഡന്റ് നാസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് മാഗസീനിന്റെ ഇതായിട്ട് ക്രിസോസ്റ്റം വലിയ മെട്രോപൊളിറ്റൻ ഇന്റർവ്യൂ എടുക്കാൻ പോകണമായിരുന്നു. അപ്പൊ അതിൽ 4 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് എന്താണെന്നോ അല്ലെങ്കിൽ പുറകിലോട്ട് മാറി നിന്ന് പേടിച്ച് നിന്ന് എന്നെ കർത്താവ് അവിടെ വലിയ വലിയ രീതിയിൽ എന്നെ ഉയർത്താൻ തുടങ്ങി. അവിടെ തന്നെ SNAയുടെ ജോയിന്റ് സെക്രട്ടറി ആകാൻ പറ്റി. ഇതൊക്കെ തന്നെ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത് വീട്ടിൽ വന്നിരുന്ന ഞാൻ ഇത്രയും ലെവലിൽ പോകാൻ എനിക്ക് കഴിഞ്ഞതെന്ന് വെച്ചാൽ എന്റെ കർത്താവിന്റെ കൃപ മാത്രമാണ്. അപ്പൊ സദൃശ്യവാക്യങ്ങളില് ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. അതിന് എപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ലാവണ്യവും സൗന്ദര്യവും വ്യർത്ഥമത്രേ, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അത് ഇന്ന് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം യഹോവ ഭക്തിയുള്ള സ്ത്രീകളാണെങ്കിലും പ്രശംസിക്കപ്പെടും. ഈ സൗന്ദര്യവും ലാവണ്യവും എല്ലാം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞ് 4 വർഷം പൂർത്തീകരിച്ച് ഞാൻ എന്റെ വീട്ടിൽ വന്നു. നല്ലപോലെ പാസ്സായി വീട്ടിൽ വന്നു. ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒരു ജോലി കിട്ടി ഒരു ഹോസ്പിറ്റലിൽ തന്നെ. അതിനോടൊപ്പം എന്റെ വിവാഹം. അപ്പൊ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ തരണം. പിന്നെ മദ്യപിക്കുന്ന ഒരാളായിരിക്കും. കാരണം എന്റെ പപ്പ മദ്യപിച്ച് ഇത്രത്തോളം പോയത് എനിക്കറിയായിരുന്നു. അപ്പൊ എന്നെ കെട്ടുന്ന വ്യക്തി മദ്യപിക്കരുത്, പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം എന്നൊരാഗ്രഹം. പിന്നെ ഭക്തോമ വിശ്വാസത്തിലാണെങ്കിലും എന്റെ ഉള്ളിലെന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ പറഞ്ഞു കൈയടിച്ചൊക്കെ ആരാധിക്കുന്നത്. പക്ഷെ ഭക്തോമയിൽ നമുക്ക് അങ്ങനെ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, കർത്താവ് എനിക്ക് ഉറക്കെ ബൈബിളിൽ പറയുന്ന എത്ര ഉറക്കെ സ്തുതിക്കാനോ, ഇവരാരും ഉറക്കെ സ്തുതിക്കുന്നില്ലല്ലോ എന്നൊക്കെ എന്റെ ചിന്തയിലുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ കിഴക്ക് നോക്കി നിന്നുള്ള ഈ ഒരു ആരാധന? നമ്മള് കർത്താവ് അങ്ങനെയുള്ള കുറെ ചിന്തകളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര സഭയിലാണായിരിക്കുന്നത്. ഞാൻ ബൈബിളിനെ അടിയായി കുറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെ. അപ്പോ കല്യാണം കഴിഞ്ഞ് ലിജു, അച്ഛന്റെ പേര് ലിജു എന്നാണ്. അച്ഛൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അപ്പൊ എന്റെ അതേ ഒരു ആഗ്രഹവും ഉള്ള ആളാണ്. കാരണം കർത്താവിലെ യേശുക്രിസ്തുവിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്, ഞാൻ നഴ്സുമാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്. അത്യാവശ്യം ഞങ്ങള് ജീവിക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ മുമ്പ് നടത്തിയ ദൈവത്തിൽ നിന്നും ഒത്തിരി മറന്നിങ്ങ് വരാൻ തുടങ്ങി. കാരണം പിന്നെ സിനിമയ്ക്ക് പോവുക, കറങ്ങാൻ പോവുക, എപ്പോഴും അങ്ങനെ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ജീവിതത്തിലോട്ടാണ് പോകുന്നത്. കാരണം കുറെ കഷ്ടം അനുഭവിച്ചതല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണ വരും, ഇതൊക്കെ നമുക്ക് ദൈവം തരുന്ന ഇതാണ് നമ്മളിങ്ങനെ നടക്കുന്നത്, നമുക്ക് കുറെ കഷ്ടം അനുഭവിച്ചത്. പക്ഷെ അതല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ച് താമസിച്ചത് മാത്രം. ഞാൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു തലവേദന വരാൻ തുടങ്ങി. ഈ തലവേദന എന്ന് വെച്ചാൽ അത് ഒരു അസഹനീയമായ തലവേദനയാണ്. പിന്നെ മുന്നോട്ട് പോകുന്നതോറും തലവേദന കൂടിക്കൂടി എന്റെ കാഴ്ച രണ്ടാകാൻ തുടങ്ങി. ഞാൻ കാണുന്നതെല്ലാം രണ്ടായിരുന്നു. പിന്നെ എന്നിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ എനിക്കൊരു പേടിയായിരുന്നു. കാരണം ഇത് വല്ല മാരക രോഗമാണെങ്കിൽ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞ് 2 മാസം 3 മാസം ആയതേ ഉള്ളൂ. ഇപ്പൊ ഹസ്ബൻഡ് അതൊരു പ്രയാസമായിട്ട് ഹസ്ബൻഡിന് മാറൂല, എനിക്ക് ഇത്രയും വയ്യാന്നറിയുമ്പോൾ. പക്ഷെ പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു.
അടുത്ത ഒരു ദിവസം രാവിലെ ആയപ്പോഴത്തേനും മുഖം എല്ലാം കൊണ്ട് നീരായി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വൊമിറ്റ് ചെയ്യുന്നത് ബ്രെയിനിൽ ബ്ലഡ് വെസൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണ വൊമിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്കൊരു പേടി വന്നു, എനിക്ക് എന്തോ പറ്റി. അങ്ങനെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ താമസേട്ടൻ എന്ന് പറയുന്ന സാറാണ് എന്നെ ചികിത്സിച്ചത്. അപ്പൊ സാറ് നോക്കിയപ്പോൾ അതിന്റെ പ്രഷർ, എന്റെ ബ്രെയിനിലോട്ടുള്ള പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുമായിരുന്നു. കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ബ്ലഡ് വെസൽ പൊട്ടിയേനെ. പക്ഷെ പൊട്ടുന്ന സിംറ്റം ആണ് വൊമിറ്റിംഗ് എങ്കിലും വെസൽ ഒന്നും പൊട്ടാൻ ദൈവം ഇടയാക്കിയില്ല. രണ്ട് MRI എടുത്തിട്ട് ഈ പ്രഷർ ഇങ്ങനെ കൂടുന്നതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നട്ടലിലൂടെ 4 പ്രാവശ്യം ലംബാർ പങ്ചർ പോലൊരു പ്രൊസീജിയറാണ്. അത് ചെയ്തിട്ട് പ്രഷർ വെളിയിലെടുത്ത് കളഞ്ഞിട്ടാണ് ഒന്ന് ഓക്കെ ആയി വന്നത്. പക്ഷെ വീട്ടിൽ വന്നെങ്കിലും ഞാൻ ഇന്ന് കിടക്കുന്ന ഒരവസ്ഥയായി. അന്നേരമാണ് അച്ഛന്റെ അമ്മ നല്ലൊരു വിശ്വാസിയാണ്. അപ്പൊ അമ്മ പോകുന്ന അമ്മ ഇല്ല, അമ്മ മരണപ്പെട്ടു. അച്ഛൻ +2 പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. പക്ഷെ എങ്കിലും അമ്മ ഒരു വിശ്വാസിയായിരുന്നു. അപ്പൊ അമ്മ പോകുന്ന സഭയില് പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകരുത്, സ്നാനപ്പെടണം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പന്തോമിൽ കുഞ്ഞിലെ സ്നാനപ്പെട്ട കുട്ടിയാണ്. അപ്പൊ മാമോദീസയൊക്കെ എടുത്ത ആളാണ്. പിന്നെ ഇതെന്തോന്ന് സ്നാനം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് ഈ ആർഗ്യൂ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് പാവം പാസ്റ്റർ എന്നോട് പറയും, മോളെ അങ്ങനെയല്ല, ഇങ്ങനെ കർത്താവ് ചെയ്തതുപോലെ നമ്മൾ വെള്ളത്തിൽ. അങ്ങനെയൊന്നുമില്ല, ഞാൻ കുഞ്ഞിലെ, നിങ്ങളൊക്കെ ഇത്രയും പ്രായമായിട്ടാണ്, ഞാൻ കുഞ്ഞിലെ വെള്ളത്തിൽ മുങ്ങിയ സ്നാനം അങ്ങനെ പറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചപ്പോ കുഞ്ഞിനും വയ്യാണ്ടായപ്പോഴാണ് ഞാൻ പേടിച്ചു. അപ്പൊ എന്റെ ഉള്ളിലിരുന്ന് വെച്ചാൽ, കർത്താവ് ഞാൻ ഇത്രയും അറിഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ സ്നാനപ്പെടാനാണോ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വരുന്നത്, ഞാൻ എനിക്ക് അതുപോലെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ഞാൻ സ്നാനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ അച്ഛനും കൂടെ, കുഞ്ഞിന് അസുഖം വന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ അവനെ ദൈവം പൂർണ്ണമായിട്ട് വിടുവിച്ച് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങൾ 2018 ഒക്ടോബർ 27 ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചാണ് സ്നാനം എടുക്കുന്നത്. സ്നാനം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഇടയ്ക്ക് എന്ന് വെച്ചാല് ഈ ഞങ്ങള് സ്നാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് അസുഖം വന്നപ്പോൾ എന്റെ ജോലി നഷ്ടപ്പെടുവാണ്. അപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ ജോലി നഷ്ടപ്പെട്ടു. എന്നെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെ നോക്കാൻ എന്റെ ഹസ്ബൻഡ് പുള്ളിയുടെ ജോലി കിട്ടും. അപ്പൊ രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെട്ടു. അതിന്റെ ഇടയിൽ കയ്യിലൊരു കുഞ്ഞായി, വീട് വാടകയ്ക്കാണ്. അപ്പം ജീവിതം വഴി തിരിയാൻ തുടങ്ങി. ഒരു പണിത് വന്ന ഒരു ചീട്ട് കൊട്ടാരം പെട്ടെന്ന് തകർന്ന് അടിയുന്ന പോലത്തെ ഒരു അവസ്ഥ. കാരണം രാവിലെ ഒരു കപ്പ് പാല് വാങ്ങിക്കണമെങ്കിൽ പോലും ഒരു പൈസ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കടന്നു വന്നപ്പോഴാണ് ഇനി ദൈവം മാത്രമേ ഒരു ആശ്രയമുള്ളൂ എന്നുള്ള രീതിയിൽ സ്നാനം എടുക്കാം. അപ്പൊ സ്നാനപ്പെടുന്നത് ഞങ്ങളിപ്പോ ആയിരിക്കുന്ന പട്ടം കാമൂരി സഭയില് അപ്പച്ചൻ മാത്യു അപ്പച്ചൻ എന്ന് പറയും. അപ്പച്ചന്റെ കൈ കൊണ്ടാണ് ഞങ്ങൾ സ്നാനം എടുക്കുന്നത്. അപ്പൊ സ്നാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടും, പിന്നെ ഞങ്ങൾക്ക് വീണ്ടും നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം, ഇങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. അല്ലാതെ സ്നാനത്തിന്റെ യഥാർത്ഥ വിശ്വാസത്താലുള്ള ഒരു രീതിയല്ല. അതായത് നമ്മൾ കർത്താവിനോട് കൂടെ രക്ഷിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു അവസ്ഥ എന്ന ചിന്തയേക്കാൾ ഉപരി ഞങ്ങൾക്ക് ജോലി കിട്ടണം, ഞങ്ങളുടെ ഭൗതിക നന്മകൾ വേണ്ടി കിട്ടും എന്നുള്ള ഒരു ചിന്തയിലാണ് എടുക്കുന്നത്. പക്ഷെ സ്നാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം ജോലി അപ്പോഴും ഇല്ല. അച്ഛൻ ഒത്തിരി ഇന്റർവ്യൂ പോകുന്നത്, പക്ഷെ ഒരു ഇന്റർവ്യൂ കിട്ടുന്നില്ല, റിജക്ട് ആയിക്കൊണ്ടിരുന്നു. അവസാനം അച്ഛനാണെങ്കിൽ പെയിന്റിങ്ങിന് പോകാൻ തുടങ്ങി. കാരണം വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊരു നിവൃത്തിയില്ല. അപ്പൊ പെയിന്റിങ്ങിന് പോകാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പൈപ്പ് ഉണ്ട്, ആരെയും ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. പിന്നെ എനിക്ക് ഈ അസുഖം ഉള്ളത് കൊണ്ട് ഞാനൊന്ന് റിക്കവറി ആയി വരുന്നതേ ഉണ്ടായിരുന്നു. അപ്പോ അച്ചാച്ചൻ പെയിന്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. സ്നാനപ്പെട്ട് ഞങ്ങൾ വീട്ടില് ഭവന പ്രാർത്ഥനയൊക്കെ ചെയ്യും, ദൈവത്തോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്നു. പക്ഷെ നല്ല ഞങ്ങളുടെ പഠനത്തിന് തുല്യമായ യാതൊരു ജോലിയും ലഭിക്കുന്നില്ലായിരുന്നു. അങ്ങനെ പെയിന്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അച്ഛന് കാലിങ്ങനെ നീരടിക്കാൻ തുടങ്ങി. നീര് അതുപോലെ തന്നെ പുള്ളി യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ക്ലോസറ്റ് ഫുള്ള് പത, ഭയങ്കരമായിട്ട് പത ഫോം ചെയ്ത് വരും. അപ്പോ എനിക്കൊരു സംശയം, എന്തോ പ്രയാസം ഉള്ളതുപോലെ. പക്ഷെ അച്ചാച്ചൻ അത് സമ്മതിച്ച് തരുന്നേ ഇല്ലായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും എഴുന്നേറ്റ് നടക്കാനോ പോകാനോ പറ്റാത്ത രീതിയിൽ കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേനും പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത യൂറിന്റെ സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു,
നീ നിന്നിട്ട് കാര്യമില്ല, ഡോക്ടർക്ക് പോണം, അത്ര അവശനായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, ഇത് ഹാർട്ടിനല്ല പ്രശ്നം, ഞങ്ങളെ ഹാർട്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോകുന്നത്, ഹാർട്ടിനല്ല പ്രശ്നം, നമ്മളൊരു കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്ന് നോക്കണം. കിഡ്നിയുടെ ഫംഗ്ഷൻ ഒക്കെ ഇത് നോക്കുന്ന സമയത്ത് അസുഖം ആയതുകൊണ്ട് ആ ഒരു റിപ്പോർട്ട് എന്നെ വളർത്തി കളയുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ 2 കിഡ്നിയും 90% ഫെയിലുവറായി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പൊ ജോലിയില്ല, വാടക വീട്, കുഞ്ഞിന് 6 മാസമുള്ള കുഞ്ഞിന്റെ കയ്യില്, ഈ രോഗവും കൂടെ ഡയഗ്നോസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഞാൻ ഭാരപ്പെട്ട് നിന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഡയാലിസിസ് ചെയ്യാതെ മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, കയ്യിൽ 10 പൈസ ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നാണ് ഞാൻ പിന്നെ എന്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം തിരിച്ച് ഞാൻ പിടിക്കുന്നത്. കർത്താവ്, ഞാൻ രാത്രികളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ കിഡ്നിയുടെ ഭാഗത്ത് കൈ വെച്ചിട്ട് ഞാൻ പറയും, കർത്താവ്, എന്റെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. കാരണം ഞാൻ ആരാധിക്കുന്നത് ഒരു വിഗ്രഹത്തെയോ ഒരു ഇന്ദ്രജാതിനെയോ ഒരു നാൽക്കാലിനെയോ അല്ല. ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച കർത്താവായ യേശുക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഞാൻ എന്റെ ചെയ്തു പോയ പാപങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. കാരണം തന്ന സമയങ്ങളൊക്കെ കുറെയൊക്കെ നമ്മള് വൃഥാവാക്കി കളഞ്ഞു. അപ്പൊ അതൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഹസ്ബൻഡിന് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ രോഗത്തിന്റെ അവസ്ഥ കൂടി തന്നെ വന്നു. പുള്ളിക്ക് ഡയാലിസിസ് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡയാലിസിസ് ചെയ്യാനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഫസ്റ്റ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ മാനസികാവസ്ഥ എനിക്ക് പറ്റുന്നില്ല. കാരണം ആ ഒരു വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ട് വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞ് എന്റെ കയ്യിൽ. അപ്പൊ ഞാനിങ്ങനെ, കർത്താവ്, ഈ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്കറിയാം, ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥ. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ 3 മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും, പക്ഷെ ഇനിയുള്ള ഡയാലിസിസ് പ്രൈവറ്റിലാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ഞാൻ കരഞ്ഞു. അപ്പൊ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ സഹോദരി എന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി. ഒത്തിരി ആൾക്കാർ നടക്കുന്ന ഒരു സ്ഥലമാണ് പേരയം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ ഒരു നല്ലൊരു ആളുണ്ട്. ആ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് ഈ പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് അതിന്റെ ഇതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്റെ ചേച്ചി ക്രിസ്തീയ വിശ്വാസത്തിന് ആ ഒരു അടിയുറപ്പിൽ പോകുന്ന ഒരാളല്ല. അപ്പൊ ചേച്ചിയും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയ സമയത്ത് അവിടുത്തെ ആള് പറഞ്ഞു, ഇങ്ങനെ 90% രോഗബാധിതനായിട്ട് കിടക്കുന്ന ഒരു ആളെ ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തില്, ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, ഞാൻ രക്ഷപ്പെടുത്തി തരാം. അന്നേരം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ, പക്ഷെ അതൊരു ഹൈന്ദവ രീതിയിലാണ്. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടനെ ചിന്തിച്ചെന്ന് വെച്ചാല്, അയ്യോ, എനിക്ക് കൊള്ളാമല്ലോ, കർത്താവ് ചിലപ്പോ ഇങ്ങനെയായിരിക്കും വഴി തുറന്നത് പശ്ചാത്തിന്റെ പൂർണ്ണ വിടുതലിന്, എങ്കിൽ നമുക്ക് പോവാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ. കാരണം ആ സമയത്ത് എന്റെ മനസ്സിലെന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവറി ആകണം, എനിക്കൊരു വിടുതൽ പ്രാവശ്യം എനിക്ക് കിട്ടണം എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. പക്ഷെ അതിന്റെ പിന്നില് തെറ്റായ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാൻ ഓടിപ്പോയി അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച, അച്ചാച്ചന് ഒരു കുഴപ്പവുമില്ല, നമുക്ക് പിന്നെ ഒരു സ്ഥലത്ത് പോകാം, അവിടെ പോയി കഴിഞ്ഞാൽ അച്ചാച്ചന്റെ രോഗം പൂർണ്ണമായിട്ടും മാറി, അവരുടെ അതിലൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അച്ചാച്ചൻ എന്നോട് പറഞ്ഞ വാക്കാണ് പിന്നെ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി മാറ്റം കൊണ്ടുവന്നത്. കാരണം അച്ചാച്ചൻ ആ കിടപ്പിൽ കിടന്ന ഒരൊറ്റ വാക്കിനോട് പറഞ്ഞു, ഞാൻ ഈ കിടക്കുന്ന അവസ്ഥയില് മരിക്കേണ്ടി വന്നാലും എന്റെ കർത്താവായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ഞാൻ അപ്പോഴാണ് എന്റെ ഒരു, ചില സമയത്ത് നമ്മുടെ കണ്ണ് അടയപ്പെടും ഇരുട്ടത്. അപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത്, എന്റെ ആത്മീയ കണ്ണ് അപ്പോഴാണ് തുറന്നത്. കാരണം മരണത്തിനേക്കാൾ അപ്പുറമായിട്ടൊരു ജീവിതം നമുക്കുണ്ട്. ഒരു പക്ഷെ ഇന്ന് നമ്മൾ മരിച്ചു പോകാം, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ യേശുക്കത്തോട് എത്തോ, യേശുപ്പ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു സ്വർഗസ്ഥലത്ത് എത്താൻ പറ്റുമോ എന്നുള്ളത്, കർത്താവിനെ കാണാൻ പറ്റുമോ? അപ്പൊ ആ ഒരു വിശ്വാസം ഞാൻ നോക്കിയപ്പോ അച്ഛന്റെ വിശ്വാസം എത്ര വലുതാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് കുറ്റബോധത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നോട് ക്ഷമിക്കണം, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷെ 62 ഡയാലിസിസ് അത്യാവശ്യം എടുക്കേണ്ടി വന്നു. ഈ 62 ഡയാലിസിസ് ചെയ്യുമ്പോൾ പുള്ളി കടന്നുപോയ അവസ്ഥ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെതായ ഒരു അവസ്ഥയായിരുന്നു. ചൂടും തണുപ്പും മാറി മാറി അനുഭവിക്കുന്നത്, തീയുടേതായിട്ടുള്ള ചില അനുഭവങ്ങളും നീറുന്ന വേദനകളും ഒക്കെ ആയിട്ട്, ശ്വാസം ഈ വെള്ളത്തിനകത്ത് വീണ് പോയിട്ട് നീന്താൻ അറിയാതെ ശ്വാസം മുട്ടലെടുക്കുന്ന അവസ്ഥ. കാരണം
ലങ്സ് വരെ വെള്ളം വെളിയിൽ പോവാതെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ ലങ്സിന് ശ്വാസം മുട്ടൽ വന്നിട്ട് രാത്രികളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ജീവിതം ഭയങ്കരമായിട്ട് തകർന്നു പോകാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ പോകുന്ന SK ഹോസ്പിറ്റലിലെ സാറ് പറയുന്നത്, നിങ്ങൾ ഇത്രയും യങ് അല്ലേ, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചിന്തിച്ചൂടെ, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഇദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഒരു വിധത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഈ 1500 രൂപ അടച്ച് ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് പോലും ദൈവം എങ്ങനെയൊക്കെ നടത്തിയാണ് തരുന്നത്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് 10-12 ലക്ഷം വരുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്? അതെനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ചെയ്ത് പോയാൽ ഇദ്ദേഹം ഉറപ്പായിട്ട് മരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം HP കയറുന്നില്ല, ഇപ്പൊ 3 ഇനി മുന്നോട്ട് എങ്ങനെയാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ഏത് വിധേനയും വീട്ടിൽ വെച്ച് എങ്ങനെ വേണോ. കാരണം എൻഡ് സ്റ്റേജാണ്, ഇനി ഒരു സ്റ്റേജ് ഇല്ല. അതായത് വൃത്തികയുടെ തകരാറിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ രോഗം കണ്ടുപിടിക്കുന്ന സമയം. വീട്ടിൽ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എത്രത്തോളം ഞാൻ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നത് മാനസികമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടണം എന്ന് എന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ആയപ്പോഴത്തേനും ഒത്തിരി പേര് വന്ന് പറയുന്നത് അത്രയും ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ദൈവത്തിന്റെ സന്നിധിയിൽ, കാരണം 10 രൂപ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ പള്ളിയിലെ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്ത് ചെയ്യട്ടെ? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ട്രാൻസ്പ്ലാന്റേഷൻ ചിലപ്പോൾ ദൈവഹിതമാണെങ്കിൽ അതിനുള്ള വഴികൾ ദൈവം നമുക്ക് തുറന്നു തരും. പക്ഷെ ഇത്രയും പറഞ്ഞ് അച്ഛൻ കോളേജിൽ പഠിച്ച കൂട്ടുകാരോട് പറഞ്ഞു, ഇതിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തല്ലേ പറ്റും. ഇങ്ങനെ കുഞ്ഞിനെ ഞാൻ ഇവിടെ അമ്മായിയപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ശ്രീചിത്രയിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതി. ഈ എൻട്രൻസ് എക്സാം അവിടെ ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പൊ ആ എൻട്രൻസ് എക്സാം പാസ്സായി ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് മാസം അങ്ങനെയൊക്കെ കടന്നു പോകാനൊക്കെ ദൈവം ഒരു വഴി എത്തിക്കും. അവിടുത്തെ മാഡം എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം ഡയാലിസിസിന് പോകാൻ നേരത്തൊക്കെ എനിക്ക് ലീവ് തരും. അതിന്റെ പ്രയാസങ്ങളൊന്നും കൂടാതെ, കാരണം ഇത്രയും യങ് ഏജിൽ പഠിക്കുകയും ചെയ്തു, അതുപോലെ ഹസ്ബൻഡിനെ ഡയാലിസിസിന് കൊണ്ടുപോകണം, കുഞ്ഞു വീട്ടിലുണ്ട്. അപ്പം ആ മാഡത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു. എനിക്ക് എല്ലാ സമയങ്ങളൊക്കെ മാഡം ഒതുക്കി. ചില സമയങ്ങളിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി എന്നെ ആ മാഡം സഹായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് ശ്രീചിത്ര എന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ലക്ഷങ്ങളോളം രൂപയാണ് തന്ന് സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് എനിക്കറിയത്തില്ല, 10 രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ ലക്ഷങ്ങളാണ് വരാൻ തുടങ്ങിയത്. അതൊരു ദൈവപ്രവൃത്തി തന്നെയായിരുന്നു. കാരണം ട്രാൻസ്പ്ലാന്റേഷനിലൂടെ ആയിരുന്നു നമുക്ക് നിങ്ങൾക്കുള്ളൊരു ലൈഫ്. അപ്പൊ ഈ കിഡ്നി ആര് തരും എന്നുള്ളത് പിന്നെ ഒരു ചോദ്യമായിരുന്നു. അന്നേരമാണ് അച്ചാച്ചന്റെ പപ്പ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും വർഷം ജീവിച്ചു, 60 വയസ്സ് എനിക്ക് കഴിഞ്ഞു, എന്റെ മോനല്ലേ, എന്റെ മോന് എന്റെ കിഡ്നി എന്റെ മോന് ശരിയാവുമെങ്കിൽ ഞാനത് തരാൻ പോകും. അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ ഉള്ളങ്ങ് കലങ്ങിപ്പോകും. കാരണം ആ അപ്പനും മകനോടുള്ള സ്നേഹം. അപ്പൊ അവരുടെ ക്രോസ് ചെയ്തപ്പോഴത്തേനും എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പന്റെ കിഡ്നി ആ മകൻ എന്തുകൊണ്ടും ഭയങ്കര സ്മൂത്തായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാരും ഭയങ്കര അത്ഭുതത്തോടെ അപ്പൊ പറഞ്ഞു അപ്പന്റെ മകന്റെ ആ സ്നേഹം. പക്ഷെ എന്റെ ഉള്ളിൽ അപ്പോഴും വന്ന ഒരു കത്തലെന്ന് വെച്ചാല്, ഒരു ഭൂമിയിൽ ഒരു അപ്പൻ തന്റെ മകന് ഒരു കിഡ്നി കൊടുക്കുമ്പോൾ എല്ലാരും ഇത്ര സന്തോഷത്തോടെ കാണും. അപ്പൊ എന്റെ ഉള്ളിൽ എന്റെ യേശു അപ്പൊ കിഡ്നി അല്ല നമുക്ക് തന്നത്, യേശുവിന്റെ ജീവനാണ് നമുക്ക് തന്നത്. നമ്മള് നിത്യജീവനിൽ നമ്മള് കിടക്കാൻ, പാപത്തിന്റെ മരണത്തിന് പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി നിത്യജീവൻ, ആ ജീവനെ തന്ന അപ്പനെ. അപ്പൊ ആ ദൈവസ്നേഹം ഒന്നുകൂടെ ഓർത്ത്, കർത്താവ് നമ്മൾ ഒന്നും അല്ലല്ലോ. അങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ പട്ടം SCT ഹോസ്പിറ്റലിലാണ് നടന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് സിസ്റ്റർ മെയിൻ ആയിട്ടുള്ള സാഹചര്യം എന്ന് വെച്ചാൽ അന്ന് കോവിഡ് ആണ്, 2020. അപ്പം എല്ലാ ഹോസ്പിറ്റലുകളുടെയും ഓപ്പറേഷൻ തിയേറ്റർ ക്ലോസ് ആണ്. ഈ സമയത്താണ് 2020 ഒക്ടോബറിൽ അച്ഛന്റെ സർജറി നടക്കുന്നത്. പക്ഷെ ഫോട്ടോസ്റ്റാറ്റ് കടകളില്ല. ഇതിന് കുറെ ലീഗൽ പേപ്പറുകൾ നമ്മൾ ശരിയാക്കി കൊടുക്കണം. ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നോക്കി കടയില്ല, ഒരു ലീഗൽ പേപ്പർ വാങ്ങിക്കാനായിട്ട് കോടതികളില്ല. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കടകളാണ്. ഒരു വക്കീലിനെ നമുക്ക് കിട്ടി, എല്ലാം ദൈവം ഒരുക്കി. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാല്, ഒരു സാധാരണ ലൈഫിൽ പോലും ഈ പേപ്പറുകളെല്ലാം ശരിയാക്കി കിട്ടാൻ മിനിമം 5 മാസമാണ്.
പക്ഷെ ഈ അടയപ്പെട്ട കാലഘട്ടത്തിൽ പോലും നിങ്ങൾ ഇതെല്ലാം 1.5 മാസം കൊണ്ട് എങ്ങനെ ക്ലിയർ ചെയ്തു? അപ്പൊ അത് ക്ലിയർ ആക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കൂടെ ജീവനുള്ള ദൈവമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സർജറിക്ക് അകത്ത് കയറ്റി. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഇത് അനുവദിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള കിഡ്നി വേറൊരാളുടെ ബോഡിയിൽ വെക്കുന്നത് ഡോക്ടേഴ്സിന് പറയുന്നു അതൊരു പ്രകൃതിക്ക് വിരോധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എങ്കിലും ഒരു മനുഷ്യൻ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം അതിന് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഇത് ചിലപ്പോൾ ഈ സർജറി സക്സസ് ആവാം, ഇല്ലെങ്കിൽ സക്സസ് ആകത്തില്ല, വീണ്ടും ഡയാലിസിസിലോട്ട് പോകണം. അപ്പൊ ഇത്രയും പൈസ മുടക്കി നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും ഉള്ളിലൊരു ഭാരം വരും. പക്ഷെ എങ്കിലും നമ്മൾ നടക്കുന്ന ദൈവം വിശ്വസ്തനാണെന്നുള്ള രീതിയിൽ ഈ അപ്പനെയും മകനെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി വിടുന്ന സമയത്ത് ഞാൻ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ മനസ്സ് നീറുമായിരുന്നു ഈ രണ്ടുപേരെയും കൊണ്ടുപോകുന്ന സമയത്ത്. കാരണം 5-6 മണിക്കൂർ നീണ്ടൊരു സർജറിയാണ്, അനേകം ഡോക്ടേഴ്സ് കൂടി ചെയ്യുന്നതാണ്. അപ്പൊ ഈ സർജറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഓടി ചെന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമം. സാർ എന്തിനാ വിളിച്ചത്, എന്തെങ്കിലും പ്രയാസമാണോ എന്നുള്ള രീതിയിൽ ഞാൻ ഓടി ചെന്നപ്പോ ആ ഡോക്ടർ പെട്ടെന്ന് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോളെ നിന്റെ കണ്ണുനീര് ആ ഈശ്വരൻ കണ്ടു കേട്ടോ. അപ്പം എന്ത് വെച്ച് ഡോക്ടർ, ഞങ്ങള് ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു സർജറി പോലെയായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം ആ അപ്പന്റെ കിഡ്നി എടുത്ത് മകന്റെ കിഡ്നിയുടെ ഭാഗമായിട്ടുള്ള ബ്ലഡ് വെസലിൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം വിത്തിൻ 1 അവറിനുള്ളിൽ 350 ml കൂടുതൽ യൂറിൻ വരാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് അവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും 50 ml 40 ml പിന്നെയാണ് കൂടി വരുന്നത്. പക്ഷെ ഇത് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു കിഡ്നി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതുപോലെ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ നിമിഷവും അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞു അങ്ങനെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ സർജറി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ശ്രീചിത്രയിലെ എക്സാം ഒക്കെ എഴുതി. എനിക്ക് അവിടുത്തെ ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റ് കിട്ടി. അല്ലാതെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല ശമ്പളത്തോടുകൂടെ ശ്രീചിത്രയിൽ തന്നെ ഞാൻ നേഴ്സായിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അച്ചാച്ചന് സമയമുണ്ട്. അച്ചാച്ചന് ദൈവവേലയ്ക്കായിട്ട് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പറയും. ദൈവവേലയ്ക്കായിട്ട് കോളിംഗ് ഉള്ള ആളാണെന്ന് ഒത്തിരി ദൈവദാസന്മാർ പറയും. അപ്പോഴൊക്കെ അച്ചാച്ചൻ പിന്നെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എങ്കിലും ഉള്ളില് ഞാനൊരു ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമല്ലേ, എനിക്കൊരു ജോലിക്ക് പോകണം എന്നുള്ളൊരു ഉള്ളിലൊരു കുറ്റബോധം വരാറുണ്ട്. വൈഫ് മാത്രം ജോലിക്ക് പോകുന്നു, അപ്പൊ എനിക്കും ജോലിക്ക് പോകണം എന്നുള്ള ഉള്ളിലൊരു കോംപ്ലക്സ് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷത്തിന് ശേഷം 2022 ഒരു കമ്പനിയിൽ കയറി ജോലിക്കായിട്ട്. അപ്പൊ അവിടെ ജോലിക്ക് കയറി 9 ദിവസം കഴിഞ്ഞപ്പോ പുള്ളിയുടെ വലത്തെ കൈയും കാലും പൂർണ്ണമായിട്ട് തളർന്നു, സ്ട്രോക്ക് വന്നു. ആ സമയത്ത് ഞാൻ ശ്രീചിത്രയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അന്ന് എന്നെ രാവിലെ, അതായത് ഞാൻ അവിടെ ശ്രീചിത്രയിൽ ന്യൂറോളജിയാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പൊ ന്യൂറോയുടെ സിംറ്റംസ് വരുമ്പോൾ തന്നെ എനിക്കത് അറിയാൻ പറ്റുന്നതുമാണ്. പക്ഷെ എന്റെ മൈൻഡ് കംപ്ലീറ്റ് ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. കാരണം ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കൈയും കാലും തളരുന്ന പോലെ വരുന്നു, എന്താണെന്ന് അറിയില്ല, ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയത്ത് എന്നെ വണ്ടി ഓടിച്ച് ഈവനിങ് ഡ്യൂട്ടിക്ക് കൊണ്ടാക്കുവാണ്. ഈ ഈവനിങ് ഡ്യൂട്ടിക്ക് എന്നെ കൊണ്ടാക്കാൻ 2 വീലർ ഓടിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കാലം തളരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം തോന്നുന്നു. പെട്ടെന്ന് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞെന്ന് വെച്ചാല്, ഒരു പക്ഷെ അച്ചാച്ചൻ മരിച്ചു പോയാൽ ഈ നിമിഷം അച്ചാച്ചൻ ഒരു പക്ഷെ മരിച്ചു പോകേണ്ടി വന്നാൽ അച്ചാച്ചന് കർത്താവിന്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അച്ചാച്ചൻ ഒന്നും മിണ്ടിയില്ല. കാരണം എല്ലാരും ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതമാണ്, ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷെ ഈ മരണാനന്തരമായിട്ടുള്ള ജീവിതത്തെ പറ്റി പലപ്പോഴും ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ഭൗമിക നേട്ടം നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷെ ആളുടെ മനസ്സിൽ നല്ല വാക്കിലൂടെയായിരുന്നു. കാരണം എന്നെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആ ഒരു ഇതാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഒരുപക്ഷെ വേറെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ പക്ഷെ ഇന്ന് മരിച്ച കർത്താവിന് പോകുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നെ പക്ഷെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിഷമിച്ചാണ് നിൽക്കുന്നത്. ഇതിന്റെ തലേ ദിവസങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബലത്തിന് വേണ്ടി ഞാൻ ഈ ആസാദി ചാനലിലുള്ള അനേകരുടെ ടെസ്റ്റിമണിയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
എന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു പൊന്നമ്മ എന്ന് പറയുന്ന ആന്റിയുടെ പ്രസംഗം, എസ്പെഷ്യലി അക്സസിന്റെ അമ്മയുടെ പ്രസംഗം കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ആന്റി കടന്നുപോയ വഴികൾ ഞാൻ അവിടെ കോർഡോറിൽ തന്നെ നിന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസമാണ് എന്റെ ഹസ്ബൻഡിന് ഹോസ്പിറ്റലൈസ് ആകുന്നത്. കാരണം വലത്തെ സൈഡ് പൂർണ്ണമായിട്ട് തളർന്നു പോകും, സ്ട്രോക്ക് വന്നു. അങ്ങനെ MRI എടുത്തപ്പോഴത്തേനും ബ്രെയിനിലോട്ടുള്ള മെയിനായിട്ടുള്ള 2 ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയി. അപ്പൊ വലത്തെ കൈയും കാലും പൂർണ്ണമായിട്ട് തളർന്നു. അപ്പൊ ശ്രീചിത്രയിലെ ICUലാണ്. കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് വീണ്ടും കൊച്ചിന് 3 വയസ്സ് കഴിഞ്ഞു, അപ്പോഴും 3-4 വയസ്സ് ആയത്. അപ്പൊ ഞാൻ വീണ്ടും കർത്താവെ എന്ത് ചെയ്യട്ടെ, ഞാൻ ഇനി എന്താണ് എന്റെ അവസ്ഥ? എനിക്കൊരു മരവിച്ച അവസ്ഥയാണ്. വീണ്ടും ഇദ്ദേഹം ഇത്രയും റിക്കവറി ആയി വന്നൊരു മനുഷ്യൻ, ഇത്രയും ജീവിതത്തിന്റെ പ്രയാസത്തിലൂടെ കടന്നുപോയി റിക്കവറി ആയി വന്നു. ഇനി എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് എന്താണ്, പക്ഷെ എന്ത് വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം എനിക്ക് അപ്പൊ തരണം. എനിക്ക് ഏത് സാഹചര്യത്തിൽ അപ്പയെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റാൻ ഇടവരരുത്. പിന്നെ ആൾക്കാരാണെങ്കിലും ഞാൻ വന്ന വിശ്വാസത്തിന്റെ രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തും. പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി, പ്രാർത്ഥിച്ചിട്ട് എന്തായി എന്നുള്ള രീതിയിലുള്ള ഓരോ മാനസിക പ്രയാസങ്ങളും ഏൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇദ്ദേഹം ICUലാകുന്ന സമയത്ത് അന്ന് രാത്രി ഞാന് അവിടെ റിസൈൻ ചെയ്യുവാണ്. കാരണം ഇദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല. വലത്തെ കൈയും കാലും പൂർണ്ണമായിട്ട് തളർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ നോക്കാൻ ആരുമില്ല. അപ്പൊ എനിക്ക് നല്ലൊരു ജോലിയായിരുന്നു. അത് റിസൈൻ ചെയ്ത് അവിടെ കൊടുത്തിട്ടാണ്, റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഞാൻ വീട്ടിലോട്ട് വരുവാണ്. അന്ന് രാത്രിയായി. രാത്രി വരുന്ന സമയത്ത് ഞാൻ അവിടെ മെഡിക്കൽ കോളേജിന്റെ ആ രാത്രി വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ മനസ്സിലൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കർത്താവേ, എന്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ്? കാരണം നല്ലൊരു ജോലിയായിരുന്നു, അത് ഞാനിപ്പം ഇല്ലാതായി കൊടുത്തു. കാരണം എന്റെ അച്ഛനെ നോക്കാൻ എനിക്ക് ആരുമില്ല. അപ്പൊ ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യും? മാനസിക വിഷമത്തിലാണ് ഞാൻ നടന്നു വന്നിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേനും വരാന്തയിൽ എന്നെ കാത്തിരുന്ന് പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പപ്പ ഉണ്ട്, പിന്നെ എന്റെ ഒരു കുഞ്ഞമ്മയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് കാത്തിരുന്ന് കൊച്ചങ്ങ് പായൽ കിടന്നങ്ങ് ഉറങ്ങുവാണ്. അപ്പൊ ഞാനിങ്ങനെ വന്ന് ഉറങ്ങട്ടെ, കുഞ്ഞുറങ്ങട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഞാൻ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഈ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഈ എന്താ ഇങ്ങനെ എന്നെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളൊന്നും കർത്താവ് തരത്തില്ല. എനിക്കിത് സഹിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ദൈവം എനിക്കിത് തന്നിരിക്കുന്നത്. അതിനോർത്ത് ഭാരപ്പെടണ്ട എന്ന് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ എടുത്ത് റൂമിലോട്ട് പോയി കിടത്തിയിട്ട് കഥ കടച്ചിട്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് തീർന്നൊരവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. കാരണം എനിക്കിനി ആരുമില്ല, എനിക്ക് ഒന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒന്ന് ആ റൂമിൽ കുട്ടി കരയാൻ തുടങ്ങി. ഈ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ അലറി കരയാൻ തുടങ്ങി. കാരണം എനിക്ക് എന്റെ അത്രയും ദിവസമുള്ള എന്റെ ആ മാനസിക അവസ്ഥകളെല്ലാം പൊട്ടിക്കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ കരയാൻ തുടങ്ങിയപ്പോഴത്തേനും എന്റെ ഉള്ളില് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ ക്രൂശില് ആ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് മണിക്കൂറുകളോളം കൈയും കാലും അനക്കാതെ അവിടെ കിടന്നു. എന്നാൽ 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് ഉറപ്പായിട്ട് എഴുന്നേൽക്കുമെന്ന് എന്റെ ഉള്ളിൽ ഒരു ഭയങ്കര ബലം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ കർത്താവ് ഉണ്ടല്ലോ, ഞാൻ പിന്നെ എന്തിനൊക്കെ വിഷമിക്കുന്നു. പക്ഷെ കാരണം ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപത്ത് എന്നുള്ള വചനം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ആളാണ്. കാരണം എന്റെ നുറുങ്ങിയ അവസ്ഥയിൽ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കുകളാണ്. അന്ന് രാവിലെ ഞാനൊരു പ്രത്യേക സന്തോഷത്തിലാണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റിട്ട് പ്ലാമൂടിലെ ആ ഒരു വൺ വേ വഴി ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. നടന്നു പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ മുമ്പില് ഒരു വഴിയില് ഒരു പേപ്പർ കിടക്കുക. അപ്പൊ എന്റെ ഉള്ളിൽ പെട്ടെന്ന് ഈ പേപ്പർ എടുക്കുന്നൊരാഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ അവിടെ നോക്കുമ്പോ അവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നു. അപ്പൊ അവരൊക്കെ ഈ മുറുക്കാനൊക്കെ ചവച്ച് തുപ്പിയിട്ടിരിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ഞാൻ എടുക്കത്തില്ല, എന്റെ അടുത്ത് സമ്മതിക്കുന്നില്ല. അപ്പൊ പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ഭയങ്കര ആത്മപ്രേരണ, നീ അത് എടുക്ക്. കാരണം ഞാൻ ഈ വിഷമിച്ചാണ് വരുന്നത്. അപ്പൊ അതെടുക്കുന്നുള്ള ഭയങ്കര ആത്മപ്രേരണ ഉണ്ടായി. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ആ ചവറുകളുടെ ഇടയിൽ ഈ ഒരു പേപ്പർ ഇങ്ങനെ എടുത്തു. ഈ പേപ്പറാണ് ഞാൻ ഇന്നും അത്
സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കളയത്തില്ല. ഈ ഒരു പേപ്പർ എന്റെ ജീവിതത്തിൽ കർത്താവ് തന്നൊരു വലിയൊരു അനുഭവമാണ്. ഞാൻ ഇന്നും വിശ്വാസത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ മനുഷ്യരുടെ വാക്കുകളല്ല. ഞാൻ BSc തകർന്ന സമയത്തും എനിക്കൊരു വാക്കുകളിലൂടെ കർത്താവ് വന്നതുപോലെ ഇതിന്റെ നിറം കണ്ടാൽ അറിയാം, അവിടെ അത്രയ്ക്ക് അഴുക്കടിഞ്ഞ് കിടന്നൊരു പേപ്പറായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രത്യാശയോടുകൂടി ജീവിക്കുക. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല്, ഒരിക്കല് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമായിരുന്നു. ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാള് വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ ആ പേപ്പർ തുറന്ന് വായിച്ചിട്ട് അദ്ദേഹം മടക്കിയിട്ട് അവിടെ ഇരുന്ന അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, ഈ വന്ന വ്യക്തി എന്റെ മകൻ മരിച്ചു എന്നുള്ളൊരു പേപ്പറാണ് തന്നത്. പക്ഷെ എന്റെ ഉള്ളിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞ വചനം പറയാനാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് റോമർ 8:28 അത് എന്നാൽ ദൈവം സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിച്ചവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നും പക്ഷെ ആ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിക്കുന്ന മകൻ മരിച്ച അവസ്ഥയിലും അദ്ദേഹം ആ നിൽക്കുന്ന ദൈവ മക്കളോട് പറയുന്ന കാര്യം, എന്നാൽ കർത്താവ് സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിച്ചവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമെന്ന് പ്രസംഗിച്ച് അവിടുന്ന് അദ്ദേഹം ആ വേദപുസ്തകം എടുത്ത് നെഞ്ചോട് ചേർത്ത് ഇറങ്ങി പോകുമ്പോ നെഞ്ച് എന്താ പറയുക, നുറുങ്ങിയ അവസ്ഥയിലാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ ആ ഒറ്റവരി പാതയിൽ കൂടെ പോകുമ്പോൾ പിശാച് പല ചോദ്യങ്ങൾ കൊണ്ടുവരും. നമുക്കും ഇപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. നീ പള്ളിയിൽ പോയിട്ട് എന്തായി? നീ ഇത്രയും സുവിശേഷ വേല ചെയ്തിട്ട് എന്തായി? നിന്റെ മകൻ ഉണ്ടായിരുന്ന ഒരു മകനെ നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ദൈവം ഉണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ വന്നപ്പോ അദ്ദേഹം അതിനെ ശാസിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള പല വരികള് ആ സമയത്ത് ഉള്ളിൽ വന്നു. തുതിച്ച കുറെ വാക്കുകൾ ഉള്ളിൽ വന്നു. എന്നിട്ട് വീട്ടിൽ പോയിട്ടാണ്, അവിടെ ഒത്തിരി ജനങ്ങളായിരുന്നു ആ മരണം അറിഞ്ഞു വന്നത്. അപ്പൊ ആ കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഒരു പാട്ടായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയത്. ശുദ്ധമായിട്ടെന്നോടൊന്നും എന്റെ കാലം ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആ വരി ഇന്നും അനേകരെ ധൈര്യപ്പെടുത്തുന്ന വരികളാണ്. കാരണം ഉപദേശിയുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്. കാരണം ഇന്ന് ആ മകൻ മരിച്ചാലും അവൻ ചെന്നെത്തുന്ന ഒരു പിതാവിന്റെ സന്നിധിയുണ്ട്. ആ നിത്യജീവനിലേക്ക് ആ മകൻ കടക്കും എന്നുള്ളൊരു ഉറപ്പ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, കർത്താവ് ദോഷമായിട്ടൊന്നും നമ്മുടെ അപ്പ നമ്മളോട് ചെയ്യത്തില്ല. നമ്മൾക്ക് തോന്നും നമ്മൾ തകർന്നു പോകുമെന്ന്. പക്ഷെ അവിടെ തന്നെ ഞാൻ വിചാരിച്ചു, ഒരു മനുഷ്യർ വന്ന് എന്റെ അടുത്ത് ഇതുപോലെ എന്നെ ഉറപ്പ് തരാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. പക്ഷെ ആ പേപ്പർ, ആ കുപ്പയിൽ കിടന്ന പേപ്പർ എന്നെ ബലപ്പെടുത്തിയ ബലം വലുതായിരുന്നു. ഞാൻ ആ ബലത്തോടെ ഓടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അന്ന് അവിടുത്തെ ഹോസ്പിറ്റൽ HOD, ഞാൻ അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് എല്ലാവർക്കും എന്നെ നല്ല കാര്യമായിരുന്നു. അപ്പൊ പറഞ്ഞു, നമ്മളെ ഈ ന്യൂറോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആണല്ലോ, ഹസ്ബൻഡിന് നല്ലപോലെ പ്രശ്നമാണ്. അപ്പൊ ഒരു വർഷമെങ്കിലും എടുക്കും, ചിലപ്പോ ഒരു ചെറുവിരലെങ്കിലും അനങ്ങിയൊക്കെ വരാം. പക്ഷെ മൂവ് ആവും, നടക്കാനൊക്കെ കഴിയും. പക്ഷെ ഒരു സമയം അതിന് ഒത്തിരി എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് രാവിലെ കിട്ടിയ ബലം എനിക്ക് വലുതാണ്. കാരണം കഷ്ടതയിൽ നടക്കുന്നതിന് അപ്പനുണ്ടല്ലോ, ദൈവം നടത്തും എന്നുള്ള ഉറപ്പിൽ അന്ന് ഡിസ്ചാർജ് ചെയ്ത്, ആള് അത്യാവശ്യം ഇച്ചിരി വെയിറ്റ് ഉള്ള ആളാണ്. അപ്പൊ സൈസും ഉണ്ട്. അപ്പൊ അന്ന് അവിടെ നിന്ന് 2-3 പേര് അറ്റൻഡേഴ്സ് ഒക്കെ പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തിയാണ് കാറിനകത്താക്കി വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്റെ 2 സഹോദരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും കൂടെ കൊണ്ടുവന്നിട്ട് കാറിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പ്രയാസമാണ്, കർത്താവേ. എന്നിട്ട് ഒരു ധൈര്യം, അതായത് കുഴപ്പമില്ല, ദൈവം നടത്തും. എന്തായിരുന്നാലും നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. എന്റെ ഭർത്താവാണ് അദ്ദേഹം, എന്തൊക്കെ പറഞ്ഞാലും. അപ്പോ കല്യാണം കഴിക്കുന്ന സമയത്ത് പറയുമല്ലോ, ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും നമ്മൾ കൂടെ ഇരിക്കണം. അപ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഇപ്പൊ മോശമാണ്. അപ്പൊ കൂടെ ഇരിക്കാൻ കൊടുത്ത തുണയാണ് ഞാൻ. അപ്പൊ എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഞാൻ വീട്ടിൽ വന്ന് ഒരു
മനസ്സ് പ്രയാസപ്പെട്ടാണ് വരുന്നതെങ്കിലും ഉള്ളിൽ അവിടേക്ക് ഒരു സന്തോഷം പ്രത്യാശയും ദൈവം തരുന്നുണ്ട്. പുറമേ നിന്ന് കാണുന്നവർക്ക് ഭയങ്കര വിഷമമാണ്, അയ്യോ ഈ കൊച്ചുങ്ങളുടെ ജീവിതം വീണ്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അവര് നമ്മളെ നോക്കി വിരുദ്ധം കരുതുന്നത് കാണുമ്പോൾ നമുക്ക് വെള്ളത്തിൽ വിഷമം തോന്നും ആ സമയത്തൊക്കെ. പക്ഷെ എന്റെ ദൈവം എത്ര വലിയവൻ എന്നുള്ളത് ആ കാറ് ആ ഞങ്ങളുടെ വീടിന്റെ നടയിൽ വന്ന് ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ നിമിഷം വരെ അച്ചാച്ചനെ എല്ലാരും പിടിച്ച് വീൽ ചെയറിലിട്ട് കാറിൽ കയറ്റിയിട്ട് ആ വീട്ടിന്റെ അവിടെ വന്ന് ഇറങ്ങിയതും ഞാൻ വലതേ ഭാഗത്ത് ഞാൻ നിൽക്കുന്നു, ഇടത് ഭാഗത്ത് വേറെ ചേട്ടൻ, ഞങ്ങൾ പിടിച്ച് തോളിൽ പിടിച്ച് ഇറക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് 1 വർഷമെങ്കിലും എടുക്കും വിരൽ അനക്കാനെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്റെ പ്രിയപ്പെട്ടവൻ തന്റെ കാലെടുത്ത് വെച്ചാണ് അടുത്ത കയറി വരാൻ തുടങ്ങിയത്. അത് ആ അത്ഭുതം എന്ന് വെച്ചാല്, കാരണം രാവിലെ എനിക്ക് കിട്ടിയ പേപ്പറിനകത്ത് എന്ന് വെച്ചാല് ഇനി കുഴപ്പമില്ല, ഞങ്ങൾ ജീവനെ ഇനി വലുതായിട്ട് വിചാരിക്കുന്നില്ല, മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ യേശോബായെ കണ്ടാ മതി. അപ്പൊ ആ വിശ്വാസത്തിൽ ജീവന്റെയും മരണത്തിന്റെയും നടുക്ക് പ്രവർത്തിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് അന്ന് നമുക്ക് മനസ്സിലായി. അതിനകത്ത് മുറിക്കകത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം കിടപ്പിൽ നിന്ന് പറഞ്ഞത്, എന്നെ കർത്താവ് ഒരിക്കലും കിടക്കത്തില്ല, ഞാൻ എഴുന്നേൽക്കും, പക്ഷെ ഞാൻ ഇനി എഴുന്നേൽക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്ന് പറയുകയും. അപ്പോ മുറിക്കകത്ത് കിടത്തി ആദ്യത്തെ ഒരാഴ്ച ഞാനാണ് കുളിപ്പിച്ചത്. അപ്പൊ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ പറയും, എന്നെ ഇനി കുളിപ്പിക്കേണ്ടി വരത്തില്ല, അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് കുളിക്കും, എനിക്ക് അതിനുള്ള കൃപ ദൈവം തരുമെന്ന് പറയും. അങ്ങനെ അടുത്ത ആഴ്ച ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഒരു പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്റെ പുറകിൽ അങ്ങനെ വന്ന് നിൽക്കുവാണ്. കാരണം ഒറ്റയ്ക്ക് നടന്ന് അച്ചാച്ചൻ തന്നെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ ആ അടുക്കളയിൽ നിന്നോട്ട് ദൈവം സ്തുതിച്ചത്, കർത്താവ് എത്ര വലിയവൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് കുളിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങി. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ താൻ ഓടിച്ചുകൊണ്ടിരുന്ന 2 വീലർ ഒറ്റയ്ക്ക് എടുത്ത് ഓടിക്കാനും തുടങ്ങി. ആ രീതിയിൽ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു അത്ഭുതം, ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഈ ആസാദി ചാനലിലുള്ള ടെസ്റ്റിമണി ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷെ പിന്നെ പാസ്റ്ററിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരിക്കൽ പാസ്റ്ററിനെ വിളിച്ചു എന്റെ കഷ്ടതയുടെ സമയത്ത്. ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ, പാസ്റ്റർ എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ സ്ട്രോക്ക് ഒക്കെ വന്നു, ഇങ്ങനെ കുറെ കഷ്ടതയിൽ കൂടെ കടന്നു പോയത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ ദൈവവേലയ്ക്കാണെങ്കിൽ ഇതിൽ കൂടെ ഇനി എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്, നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് അങ്ങനെ ഇറങ്ങിക്കൂടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരക്കായതുകൊണ്ട് വെച്ചു. കാരണം ഇത്രയും ടെസ്റ്റിമണീസ് ഒക്കെ ഇടുന്നത് കൊണ്ട് എന്റെ ഭാരം പറയാനായിട്ട് ഞാൻ വിളിച്ചതാണ്. വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇത്രയും പ്രതികൂലത്തിലൂടെ ഇങ്ങനെ, ഇപ്പൊ ഹസ്ബൻഡിന് സ്ട്രോക്കും വന്ന് വയ്യാത്തൊരവസ്ഥയാണ്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇതിൽ കൂടുതൽ ദൈവവേലയ്ക്ക് ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടവരാണോ, അതിനുവേണ്ടി ഇറങ്ങി ദൈവം നടത്തുമെന്ന് പറഞ്ഞു. പാസ്റ്ററിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ അച്ചാച്ചൻ ഇന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം പോലെ ഞാനും ഹസ്ബൻഡും ഇപ്പോ വട്ടപ്പാറയുള്ള ആൽഫ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആയി. ഇതിന്റെ ഇടയിൽ ഒരു ജോലി വേണമല്ലോ, അപ്പോ എനിക്ക് നൈറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു ജോലിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇപ്പൊ SGT എന്ന് പറയുന്ന ഹോസ്പിറ്റലില് നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ വാക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. പക്ഷെ അവിടെയും ദൈവം വലിയവയാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അവിടുത്തെ ഇന്റർവ്യൂവില് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പാസ്സായി 1ാമത് വന്നു. പക്ഷെ വന്നുവെങ്കിലും അവിടുത്തെ CEO എന്നെ കണ്ടപ്പോഴത്തേനും ഞാൻ സ്പെഷ്യാലിറ്റി പിന്നെ റിസർച്ച് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ വെളിയിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് മാറ്റി നിർത്തി. ഇപ്പൊ ഞാൻ വീണ്ടും എനിക്കൊരു വിഷമം. കാരണം അന്ന് അവിടെ 2 പോസ്റ്റുകളിലേക്കാണ് ആൾക്കാരെ എടുക്കുന്നത്. ഒന്ന് അവിടുത്തെ SCT ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ഒരു നേഴ്സ് എഡ്യൂക്കേറ്ററിനെയും വേണം, പിന്നെ ട്യൂട്ടറിനെയും വേണം. അപ്പൊ എഡ്യൂക്കേറ്റർ പോസ്റ്റ് ഒന്നേ ഉള്ളൂ. അതിന് വേണ്ടി കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്ന സമയത്ത് അവിടുത്തെ HR മാനേജർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു ട്യൂട്ടറായിട്ടല്ല എടുത്തത്, നിങ്ങളെ ഈ ഹോസ്പിറ്റലിന്റെ നേഴ്സ് എഡ്യൂക്കേറ്റർ ആയിട്ടാണ് എടുത്തത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തോട്, കാരണം എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല, ദൈവം എത്ര വിശ്വസ്തനാണ്. കാട്ടിക്കിടന്ന ദാവീദിനെ രാജാവാക്കിയവനല്ലേ നമ്മുടെ അപ്പൻ. അപ്പൊ ഒന്നുമല്ലാത്ത നമ്മളെ ആ ഒരു ലെവലില് അപ്പൊ നല്ലൊരു ജോലി തന്നു. എനിക്ക് സൺഡേ ഒന്നും പോകണ്ട, PH ഹോളിഡേ എനിക്ക് വീട്ടിലിരിക്കാം, എനിക്ക് ബൈബിൾ കോളേജിൽ പോകുന്നതിന് തടസ്സമില്ല, പിന്നെ അവിടെയും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ദൈവത്തിന് ചെയ്യാൻ കഴിയും.
ദൈവം ഇപ്പോഴും ഞങ്ങളെ കുടുംബത്തോടെ സന്തോഷത്തോടെ, ഇപ്പോഴത്തെ സന്തോഷം എന്ന് വെച്ചാൽ ആത്മീയ സന്തോഷം, ദൈവം നടത്തുന്ന വലിയ കൃപകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പരസ്യാരാധനയുടെ ഒരു ടീമുണ്ട്. അവരുമായിട്ട് ചേർന്ന് ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ പരസ്യാരാധനയ്ക്ക് പോകും. അവർ ഈ മദ്യലഹരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്റെ അപ്പനും ഒരു മദ്യപാനിയായിരുന്നു. അപ്പൊ അങ്ങനെ മദ്യപിക്കുന്നവരുടെ ബോധവൽക്കരിക്കുന്ന അവരുടെ ടീമുമായിട്ട് ചേർന്ന് ഞങ്ങൾ പരസ്യാരാധന ചെയ്യാനും ജീവിക്കുന്ന ദൈവം ക്രിസ്തു എന്ന് പറയുവാനും അതുപോലെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനും ഒക്കെ ദൈവം കൃപ തന്നു. ഞങ്ങൾ ദൈവകൃപയാൽ മുന്നോട്ട് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതം മാത്രമേ ഉള്ളൂ ദൈവം നടത്തിയതില്. പിന്നെ സിസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കൊച്ചു ഉപദേശിയുടെ പേപ്പർ എനിക്ക് കിട്ടിയ കാര്യം മാത്രം പറഞ്ഞിട്ട് ക്രൈസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ചാനലിലെ പാസ്റ്റർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സഹോദരി അത് കണ്ടിട്ട് എന്നെ വിളിച്ചു. അപ്പൊ അത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാല്, സിസ്റ്റർ, ഞാൻ ഈ പാട്ട് എങ്ങനെയാണ് ഉപദേശി എഴുതിയത് എന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് എന്റെ ദൈവം എനിക്ക് തന്നത്. സിസ്റ്റർ അത് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, എന്ത് പറ്റി അത് അറിയാൻ ഇത്ര ആഗ്രഹം? ഞാൻ 21 വയസ്സ് വരെ എന്റെ ഒരു മകളെ പൊൻപോലെ വളർത്തിയതായിരുന്നു, സിഐയൊക്കെ പഠിപ്പിച്ച്. പക്ഷെ പെട്ടെന്നുണ്ടായ വയറുവേദനയിൽ ആ കുഞ്ഞ് മരിച്ചു പോകാനിടയായി. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കുഞ്ഞ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, അമ്മ, യേശോപ്പ വരും, ഈശോ അപ്പച്ചൻ വരും, അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം. പിന്നെ ബൈബിള് മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയം, ആ ബൈബിൾ നമ്മൾ വിശ്വസിക്കണമെന്ന് ആ പ്രിയ സഹോദരിയുടെ പറഞ്ഞു. ആ മകള് മരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ആ അമ്മയുടെ ഉള്ളിലെല്ലാം ഈ ദുഃഖത്തിന്റെ പാനപാത്രം പാട്ടായിരുന്നു വന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിയൽ കാര്യം അറിഞ്ഞപ്പം ഉപദേശിയുടെ മകൻ മരിച്ചപ്പോഴാണ് ഈ പാട്ട് പുറത്തു വന്നത്. അപ്പൊ ആ അമ്മയുടെ മകള് നഷ്ടപ്പെട്ടപ്പം അമ്മയെ ബലപ്പെടുത്താനും പരിശുദ്ധാത്മാവ് നൽകിയ ആ വരികൾ തന്നെയായിരുന്നു എന്ന് കേട്ടപ്പോ ദൈവം എത്ര വിശ്വസ്തനാണ്. നമുക്ക് തരുന്ന അനുഭവം മറ്റൊരാളുടെ അനുഭവമായി തീരുമ്പോൾ അത് പിന്നെയും ഒത്തിരി ദൈവത്തിന്റെ വലിയ നടക്കുന്ന വഴികളെ ഓർത്ത് നന്ദി പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോ സാക്ഷ്യം ഒത്തിരി പേർക്ക് ഒത്തിരി ഉപകാരപ്രദമാകട്ടെ. പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി തീരാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. അവസരം തന്ന ദേവദാസനോട് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു സിസ്റ്ററെ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സിസ്റ്റർ, ആ ഒരു ട്രാക്റ്റ് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ അതോ പ്ലാസ്റ്റിക് കവറിലിട്ടോ? ലാമിനേറ്റ് ചെയ്തില്ല പാസ്റ്റർ. ഞാൻ പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് പഴയതാണ്. അപ്പൊ അത് ഞാൻ തന്നെ ട്രാൻസ്പാരന്റ് സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കളറുള്ള ഭാഗം ഒന്ന് കാണിച്ച്, ആ ട്രാക്റ്റിൻ്റെ മറുഭാഗം, ഓപ്പോസിറ്റ് സൈഡ് അത് കാണിച്ചായിരുന്നല്ലോ. ഇത് ഞാനൊരു ബോർഡ് കട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഓ ശരി ശരി ശരി. അപ്പോൾ ജീവിതം ന്യൂസ് പേപ്പറിന്റെ ശരി, ഓക്കെ. ഓ, ഇതൊരു ന്യൂസ് പേപ്പറിന്റെ ഭാഗമാണ്. വഴിയിൽ കിടന്ന ഒരു പേപ്പറാണ് നമ്മുടെ ജീവിതത്തോട് സംസാരിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മിക്കവാറും ഏത് സെഷനും നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. അന്നത്തെ ആ സാക്ഷ്യത്തെക്കുറിച്ച് പറയാൻ പോകുന്ന സാക്ഷ്യവും ദൈവമക്കളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നൊരു ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. ഞാനത് ആദ്യത്തെ പ്രാർത്ഥനയിൽ ആ സെൻറ്റൻസ് ഉപയോഗിക്കും. ഈ നമ്പർ സാൻഡിക്ക് കിട്ടിയ ശേഷം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എനിക്ക് സാക്ഷ്യം വ്യക്തമായിട്ട് എന്താണെന്ന് എനിക്ക് ഇന്നലെ പെട്ടെന്ന് സംസാരിച്ചു. ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ടെസ്റ്റിമണി കണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചു, കുറച്ച് കേട്ടു, നമ്പരും ഒക്കെ എടുത്തു വെച്ചു. പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ ഇച്ചിരി തിരക്ക് കാരണം പിന്നെ പറ്റിയില്ല കോണ്ടാക്ട് ചെയ്യാൻ. ഞങ്ങൾ പലരോടും ചോദിച്ചായിരുന്നു നമുക്ക് ഇന്നത്തെ സെക്ഷന് വരാൻ വേണ്ടി. ലാസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഓർത്ത സിസ്റ്റർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. എപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഒരു ഗസ്റ്റ് വരാതെ ഇങ്ങനെ പല അസൗകര്യങ്ങളൊക്കെ വരുമ്പം ദൈവം തക്ക സമയത്ത് ഒരു സാക്ഷി ഞങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുവരും. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരിക്കും. അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. അങ്ങനെയാണ് സിസ്റ്ററെ കോണ്ടാക്ട് ചെയ്തത്. സിസ്റ്റർ ഒരു തടസ്സവും പറയാതെ വരാമെന്ന് സമ്മതിച്ചു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെ പറഞ്ഞിരുന്ന ആളുകൾ അസൗകര്യമായി മാറി. ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്തു. അന്നേരമാണ് സാൻഡി എന്നോട് പറഞ്ഞത് ഇതുപോലെ ഒരു സാക്ഷ്യം ഓൾറെഡി സാൻഡി പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അറേഞ്ച് ചെയ്ത ആളിനെ പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഈ സാക്ഷ്യം കൊണ്ടുവരുന്നത്. നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നത്. സാൻഡി പറഞ്ഞ സഭയിൽ അസൗകര്യമായിരുന്നെന്ന് പറഞ്ഞു. സമർപ്പൺ മോൻ്റെ മരണം അത് ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാം. അപ്പം ദൈവം എനിക്കൊരു നിയോഗം തരാറുണ്ട് ആ ദിവസത്തെ സാക്ഷ്യത്തെക്കുറിച്ച്. പ്രത്യേകിച്ചും ഇന്നത്തെ സാക്ഷ്യം ഞാൻ കേട്ടതല്ല, എന്താ സാക്ഷ്യം പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല.
പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനൊരു സെൻറ്റൻസ് ഉപയോഗിച്ചു, മരണത്തെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. കാരണം ദൈവം എനിക്കൊരു വെളിപ്പാട് നൽകി, മരണത്തെ മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു ശക്തി ഉണ്ടെന്നുള്ളൊരു വെളിപ്പാട് എനിക്ക് നൽകി. അതാണ് ഞാൻ ആദ്യത്തെ പ്രാർത്ഥനയിൽ അത് പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ സിസ്റ്റർ ആ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ, ആ ഭാഗങ്ങളിലൂടെ കയറി വന്നപ്പോൾ എനിക്ക് മനസ്സിലാകിയ മരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ഡിസിഷൻ ഇല്ലാതെ സംഭവിക്കത്തില്ല. ഞങ്ങളുടെ ചർച്ചൊക്കെ ഈ ദിവസങ്ങളിൽ ആ മോൻ്റെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ദുഃഖത്തിലൂടെ പോവുകയാണ്. ലോകവ്യാപകമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചു. അപ്പോൾ മരണമെന്ന് പറഞ്ഞാൽ കർത്താവ് അനുവദിക്കാതെ സംഭവിക്കത്തില്ല. കർത്താവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മുടെ പ്രാണനെ എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സിസ്റ്ററിനെ വിളിച്ചെന്ന് പറഞ്ഞു. എന്തെങ്കിലും തിരക്കി നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വിളിച്ചാൽ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് പ്രേക്ഷകരോട് എപ്പോഴും ഞാൻ പറയാറുള്ള വാട്സപ്പ് മെസ്സേജ് ഇടും. എനിക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ നോക്കിയിട്ട് മറുപടി കൊടുക്കും. എല്ലാവർക്കും മറുപടി കൊടുക്കും. ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും, പക്ഷേ മറുപടി കൊടുക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല, അന്ന് നമ്മൾ സംസാരിച്ചത് ഓർമ്മയില്ല. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് കർത്താവിൻ്റെ വേലയ്ക്കൊരു വിളിയുണ്ടെന്ന് പറഞ്ഞെന്ന് അല്ലേ? അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചത് ഇതിൽ കൂടുതൽ എന്തോ കഷ്ടം ഇനി അനുഭവിക്കാനാണ്. അതെ. അതായത് സിസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് മുൻപോട്ട് ചുവട് വെക്കാൻ വയ്യാത്ത. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയും ഇത്രയും കഷ്ടപ്പാടുള്ളതിൽ കൂടി ഇതിൽ കൂടുതൽ വല്ലതും അനുഭവിക്കാൻ ഇനിയുണ്ടോ? ഇനി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയോണ്ട് ഇതിൽ കൂടുതൽ വല്ലതും അനുഭവിക്കുമോ എന്നാ ചോദിച്ചെന്ന എൻ്റെ ഓർമ്മ. പലപ്പോഴും ദൈവമക്കൾ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ട് പാസ്റ്ററെ, മുന്നോട്ടുള്ള കാര്യം ഓർത്താൽ എങ്ങനെ. പക്ഷേ ഇപ്പം നമ്മൾ ശ്വാസം മുട്ടുന്നത് പോലുള്ള വിഷയത്തിൽ കൂടെ പോകുമ്പോൾ പിന്നെ ഇനി മുന്നോട്ട് ഇതിൽ കൂടുതൽ എന്ത് വരാനാണ്? അതുകൊണ്ട് ആരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നത് കൂടുതൽ കഷ്ടമൊന്നും അങ്ങോട്ടും അനുഭവിക്കത്തില്ല. ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ദീർഘവർഷങ്ങളാകുന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തി. ഞങ്ങളെ നടത്തിയ കർത്താവിനെ നിങ്ങളെ നടത്തുവാൻ കഴിയും. അതുകൊണ്ട് വേലയ്ക്ക് വിളിയുള്ളവർ അതിന് ചുവട് വെക്കുക. മൂന്നാമതൊരു കാര്യം പറയാൻ എൻ്റെ മനസ്സിൽ വന്നത്, സിസ്റ്റർ ഈ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ അനുഭവത്തിലൂടെ പറഞ്ഞു പോയപ്പോൾ ആ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വരികയായിരുന്നു. അന്നേരം ആ സിസ്റ്റർ ആ പാട്ട് പാടിയത്. സിസ്റ്റർ ആ പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ലാസ്റ്റിൽ അത് പറയാനിരിക്കുകയായിരുന്നു. കാരണം ഈ സമർപ്പണമോൻ്റെ മരണമുണ്ടായ സമയത്ത് മലയാളത്തിലുള്ള പാട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം, ആ പാട്ട് എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ ഹിന്ദിയിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു പാട്ടില്ല. ഒരു മരണസമയത്ത് പാടേണ്ട പാട്ടൊന്നും അങ്ങനെ ഹിന്ദിയിലില്ല. അങ്ങനെ പ്രത്യാശ, മരണസമയം എന്നല്ല, അങ്ങനെ കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും ഉറപ്പിക്കുന്ന പാട്ടുകൾ ഹിന്ദി വളരെ കുറവാണ്. എൻ്റെ വലിയ ആഗ്രഹമാണ് ഹിന്ദി ക്രിസ്തീയ സഭയ്ക്ക് ആ രീതിയിൽ ചില കോൺട്രിബ്യൂഷൻസ്, ചില പാട്ടുകൾ കൊടുക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് തുല്യമായൊരു പാട്ട് ഹിന്ദിയിൽ എഴുതാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 94 എൻ്റെ പിതാവ് വളരെ രോഗിയായി ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്ന സമയത്ത്, പിതാവ് പിന്നെ 10 വർഷം കഴിഞ്ഞാണ് മരിച്ചത്. പക്ഷേ പപ്പാടെ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, പപ്പാടെ ബലഹീനമായ കാല്, അതായത് പോളിയോ അല്ല, അതുപോലെ ഉള്ളൊരു സമാന സ്ഥിതിയിൽ വന്ന് പപ്പാടെ കാല് തളർന്നു പോയി. ഒരു കാലിന് ബലമില്ലാത്ത കാലിൽ രക്തഓട്ടമില്ല. ആ രക്തമോട്ടമില്ലാത്ത കാലിൽ ഒരു മുറിവുണ്ടായി. മാസങ്ങൾ ആ മുറിവ് കരിഞ്ഞില്ല. അവസാനം പപ്പ ഹോസ്പിറ്റലിലായി. ഹോസ്പിറ്റലിൽ തന്നെ മാസങ്ങൾ കടന്നു. അപ്പോൾ വളരെയധികം വേദനിക്കുന്നൊരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പോകുക. മാസങ്ങളായിട്ട് പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പപ്പയുടെ മുറിവ് കരിയുന്നില്ല, കാലിൽ രക്തഓട്ടമില്ല. വളരെ പ്രതിസന്ധിയുള്ള ഒരു സമയം. അന്ന് ഞാനും മമ്മിയും എൻ്റെ പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു സന്ധ്യയിൽ ഞാൻ ഈ ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ള പാട്ടിന് എൻ്റെ ഒരു വേർഷൻ ഞാൻ പാടി. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഞാൻ പാട്ട് എഴുതും. അപ്പോൾ ഞാൻ അതേ ട്യൂണിൽ എൻ്റെ ഒരു വേർഷൻ എഴുതി. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ വേർഷൻ അത് ഹിന്ദിയിലേക്ക് ആക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുന്ന ഒരു അനുഭവം പോലെ തോന്നി, ഒരു ഇൻസ്പിറേഷനായി തോന്നി. ഹിന്ദി ഭാഷയിൽ അങ്ങനെയുള്ള പാട്ടുകൾ വേണം. ദുഃഖത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ട്യൂണേ ഉള്ളൂ. ഞാൻ എഴുതിയത് എൻ്റെ സ്വന്തം ലിറിക്സാണ്. ദുഃഖത്തിൻ്റെ താഴ്വരയിൽ സ്നേഹത്തിൻ്റെ ദീപമായി യേശുവെ നീ വന്നിടണേ, എന്നെ നീ താങ്ങിടണേ. ട്യൂൺ സെയിമാണ്, പക്ഷേ വരികൾ മാറ്റി അന്നത്തെ എൻ്റെ പ്രായത്തിൽ ഞാൻ എഴുതിയതാണ്. എൻ്റെ ഒരു ആഗ്രഹം ദുഃഖത്തിൻ്റെ താഴ്വരയിൽ നിന്നുള്ള ആ ഒരു വേർഷൻ ഹിന്ദിയിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചർച്ചയിലെ ആ കുഞ്ഞിൻ്റെ മരണം, അവൻ എൻ്റെ ആത്മീക മകനാണ്. കാരണം ഞാനാണ് അവനെ സ്നാനപ്പെടുത്തിയത്. അവൻ്റെ വേർപാട് ഞങ്ങൾക്കെല്ലാം വലിയ വേദനയായിരുന്നു. ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ചു. ഈ ഒരു സെഷൻ അതിന് ശേഷം പെട്ടെന്ന് വന്നത്, അത് ഞങ്ങൾക്കും
ഒരു വലിയ ബലമാണ്, പ്രത്യേകിച്ചും ആ പാട്ട്. സാധു കുഞ്ഞുഞ്ഞി ഉപദേശിയുടെ അനുഭവം, അദ്ദേഹം തൻ്റെ മകൻ ശാമുവേൽ വെള്ളത്തിൽ വീണ്, അതായത് വീടിൻ്റെ അടുക്കൽ കൂടെ ഒഴുകുന്ന ആറ്റിൽ മുങ്ങിയാണ് കുഞ്ഞ് മരിക്കുന്നത്. അവൻ്റെ ഡെഡ് ബോഡി കൊണ്ട് അകത്തെ മുറിയിൽ വെച്ചിട്ട് സാധു കൊച്ചുഞ്ഞി ഉപദേശി അകത്ത് ചെന്ന് ആ ഡെഡ് ബോഡിയുടെ അടുക്കൽ മുട്ടുകുത്തി അവനെ ഉയർപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചരിത്രം. എന്നാൽ മകൻ ഉയർപ്പിക്കുവാൻ വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം ഉപദേശി വെളിയിൽ വന്നപ്പോൾ എഴുതിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാനെന്ന്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനൊന്ന് പാടാനുള്ള ഒരു സമർപ്പണമൊന്നും എനിക്കില്ല. കാരണം ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും എന്ന് പറയത്തക്കൊണ്ട് കർത്താവേ ഞാൻ വളർന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ അടുത്ത സമയങ്ങളിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ എന്തൊരു ആഴത്തിലുള്ളൊരു സമർപ്പണം അല്ലേ, കർത്താവ് തരുന്ന ആ വേദനയെ ഞാൻ സ്വീകരിക്കുമെന്ന. അപ്പോൾ എൻ്റെ വേർഷൻ മറ്റൊരു വേർഷനാണ്. ദുഃഖത്തിൻ്റെ താഴ്വരയിൽ സ്നേഹത്തിൻ്റെ ദീപമായി യേശുവേ നീ വന്നിടണേ, എന്നെ നീ താങ്ങിടണമേ. ഒറ്റപ്പെടലിൻ്റെ വേളകളിൽ ഒക്കെ ഏകനാണെന്ന് തോന്നുമ്പോഴൊക്കെ കർത്താവേ നിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കണം. ഞാൻ ഒന്നുകൂടെ പ്രേക്ഷകരോട് പറയാം, നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. സാധു ഉപദേശി കേരളത്തിലെ ഒരു ആത്മീയ ആചാര്യനെന്ന് പറയാം. ആഴത്തിലുള്ള വിശ്വാസവും ഒക്കെയുള്ള അദ്ദേഹം പാടിയ വാക്കുകൾ, ആ വാക്കുകൾ നമുക്ക് പാടണമെങ്കിൽ യേശുവിൻ്റെ ശരിക്കുമുള്ള കൃപ കൈത്താങ്ങൽ നമ്മൾ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ്. എന്താണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സിസ്റ്ററെ. അനേകർക്ക് ഇന്നത്തെ ഈ സെഷൻ ഒരു വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ കുടുംബമായി ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നമ്മുടെ വേദനകൾ അനേകരുടെ കണ്ണുനീരൊപ്പാനാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചത്. നാളെ അനേകർക്കത് ബ്ലെസ്സിങ് ആകാനാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നാം കടന്നുപോയ തീച്ചൂളകളിൽ ദൈവം എങ്ങനെയാണ് നമ്മളെ നല്ല മിനുസമുള്ള, നല്ല സ്ഫുടം ചെയ്ത ഒരു കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിട്ട് കർത്താവ് ഒരുക്കിയെടുത്തെന്ന് അന്നേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് നാളത്തെ ഒരു ടെസ്റ്റ് മണിയായിട്ട് മാറുകയാണ്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. സിസ്റ്റർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ. ഹസ്ബൻഡ് പഠിക്കുന്നല്ലേ ബൈബിൾ കോളേജിൽ? അതെ, ആൽഫ ബൈബിൾ കോളേജിൽ PJ ഡാനിയൽ സാറിന്റെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ ആയി. രണ്ടുപേരും പഠിക്കുന്നുണ്ടോ? വെച്ചാല് അദ്ദേഹം മരണപ്പെടും എന്നുള്ളൊരവസ്ഥയായിരുന്നല്ലോ. പക്ഷെ മരണത്തിൽ നിന്ന് ദൈവം, കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ട്, അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ നമ്മൾ ദൈവം ഇവിടെ എടുക്കത്തുള്ളൂ. പിന്നെ നമുക്കുള്ളിൽ പ്രത്യാശ എന്ന് വെച്ചാൽ പലരും മരണത്തിലാണ് നമ്മൾ ഭാരപ്പെട്ടു പോകുന്നത്, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ആ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ളൊരു കൃപ കർത്താവ് നമുക്ക് തരും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തായാലും സിസ്റ്റർ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തീരുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നീക്കപ്പെടുകയുള്ളൂ. അതുവരെയും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മെ ജീവിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കും. പ്രേക്ഷകരാരെങ്കിലും സമാനമാകുന്ന എന്തെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ പുനർജീവിപ്പിക്കും, ഒന്നുകൂടെ പണിയും, അനേകർക്ക് അനുഗ്രഹമാക്കും. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർ തന്നെ ചുരുക്കവാചകങ്ങളിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു കാലത്ത് കർത്താവായ യേശുവേ, ആസാദി എന്ന ചാനലിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഇങ്ങനൊരു അവസരം കർത്താവ് നൽകിയതിനായി സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ കർത്താവെ, മരണത്തിനപ്പുറമായ പുനരുദ്ധാനത്തിന്റെ ഒരു ശക്തി ഞങ്ങളിൽ ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുവാൻ കർത്താവെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോയാലും അവിടെയൊക്കെ ഞങ്ങൾ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്റെ അസാധാരണമാകുന്ന ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ കർത്താവെ, പറയപ്പെട്ട ഈ സാക്ഷ്യം ശ്രവിക്കുന്ന അനേക ജീവിതങ്ങളിൽ കർത്താവെ യേശു ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം അവരുടെ ആപ്തി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അപ്പം അവയിൽ കൂടി കർത്താവെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏക സത്യ ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദേവദാസനെയും ദാസിയെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു.
അനേകം വ്യക്തി ജീവിതങ്ങളുടെ കർത്താവെ അപ്പ ജീവിതങ്ങളെ അനേകം കർത്താവെ സഭകളിലേക്കും ഇനിയും പറയപ്പെടുവാൻ തക്കവണ്ണം ഈ കർത്താവെ കൂട്ടായ്മയെ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തെ അവിടെ അനുഗ്രഹിക്കണം. കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും ഇതൊരു വലിയ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരം നൽകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ അലി സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദി പറയാം സിസ്റ്ററെ. ഒരു പ്രാവശ്യമായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായും സാക്ഷി ഇന്ന് അനേകരോട് സംസാരിക്കുകയും ദൈവം അനേകരെ ബലപ്പെടുത്തുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാണിച്ചു തരാം.